ഓക്കെ അല്ലേ? കേൾക്കണില്ലേ? ഗുഡ് മോർണിംഗ് മാം. കേൾക്കാറുണ്ട്. എല്ലാവരും നല്ലൊരു ബ്യൂട്ടിഫുൾ മെഡിറ്റേഷന്റെ ഒരു ഹാങ് ഓവറിലാണല്ലേ? അതെ അതെ. വേഗം ഒന്ന് തിരിച്ചു വരാം. എന്നിട്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാം. ഓക്കെ, താങ്ക് യു നസിയ. പേരെനിക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല. 4 പേരുണ്ട്. എന്നാലും ബാക്കിയുള്ളവരും കൂടെ വരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ സെഷൻ? പറ്റുന്നവരൊക്കെ ഒന്ന് വരാം കേട്ടോ. നിങ്ങളുടെ ആ മോർണിംഗില് നിങ്ങളുടെയൊക്കെ ഫേസ് ഒക്കെ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്കും കൂടെ കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയാൻ തോന്നും. അതുകൊണ്ട് ഒരു 10 പേരെങ്കിലും പറ്റുമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷഹനാസ് എന്നാണ്. ഞാൻ ആലുവയിലാണ്, ലൈഫ് കോച്ചാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്ത എല്ലാരും. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തവരൊക്കെ ടൈപ്പിൽ വരാം. ഫോൺ ഉണ്ടാവൂല്ലേ കയ്യില്? എന്താണ് ടോപ്പിക് എന്ന് അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്തായാലും വീഡിയോയിൽ വരുന്നതാണ് എൻ്റെ ഒരു തോന്നല്. മീൻസ് കണ്ടുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. യെസ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം, എനിക്ക് സക്സസ് ആവണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ആയിക്കോട്ടെ. ആരും ടൈപ്പ് ചെയ്ത് കണ്ടില്ലല്ലോ? ടോപ്പിക് അറിയില്ലേ? കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഞാൻ തന്നെ പറയാം. പ്രൊക്കാസ്റ്റിനേഷൻ. ആരോ ഒരാള് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റഫീഖാണ്. പ്രൊക്കാസ്റ്റിനേഷൻ അതായത് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ കിൽ പ്രൊക്കാസ്റ്റിനേഷൻ ബിൽഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. യെസ് സൈനബ, കറക്റ്റ്. അപ്പോ ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് അറിയാം അല്ലെ? കാരണം നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഉള്ള സംഭവമാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ. അതായത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് പറയണം. നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമുക്കറിയാം, നമുക്കത് എന്തായാലും ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മളെ മൈൻഡ് തന്നെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്താണ് ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യും. ഫോൺ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇച്ചിരി നേരം കൂടെ അത് കണ്ടോ, എന്നിട്ട് സമയമുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് നമ്മളിലോട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതന്നെ സ്വീകരിക്കും. അതെന്താണോ നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു തോന്നലിൽ തന്നെ നമ്മൾ ഇരിക്കും. അതാണ് ഈ നീട്ടി വെക്കുന്ന ശീലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കടക്കം ഇൻക്ലൂഡിങ് മീ, ഈ ഒരു ശീലമുള്ള ആളാണ് ഞാൻ. എൻ്റെ ലൈഫില് അത് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്താണ് ഈ ഒരു ശീലം മാറ്റിയത് എന്നും കൂടെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാവുക എന്ന് ഫസ്റ്റ് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രൊക്കാസ്റ്റ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാൻ ഉണ്ട്, നമ്മുടെ ഡ്യൂട്ടി ആണത്, എങ്കിലും നമ്മളത് നീട്ടി കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അനിത ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആവില്ല. എന്റെ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ പറയാനുള്ളത് ഫിയർ ഓഫ് ഫെയിലിയർ. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും, ഇപ്പൊ നമുക്കൊരു പിന്നെ ഒരു കുക്കിംഗ്, ലേഡീസിനെ അനുസരിച്ച് ഒരു ബിരിയാണി വെക്കണം, അതല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു സെഷൻ എടുക്കണം, ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ നീട്ടി വെക്കാൻ കാരണം മെയിൻ ആയിട്ട് എന്താണ്? അത്
അതിൽ പരാജയപ്പെടുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ബ്യൂട്ടീക്ക് തുടങ്ങണം, ഒരു കടയിടണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നത്, റീസെല്ലിംഗ് ബിസിനസ്, ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അത് പക്ഷെ അത് ആ റിയാലിറ്റി ആക്കാൻ നമുക്ക് പേടി. കാരണം തോറ്റു പോവോ, ഫിയർ ആണ്. ഞാൻ അതിൽ ഇറങ്ങി തിരിച്ചാല് ശരിയാവൂ, ഞാൻ ചെയ്താൽ ശരിയാവൂ, കുക്കിംഗ് ആണെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവൂ. കുറെ പേര് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയാണല്ലേ, അത് ശരിയാവൂ ഞാൻ ചെയ്ത, വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കാം, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. കാരണം അവിടെ ഒരു പേടിയാണ് വരുന്നത്. അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടും വരും. അത് പെർഫെക്റ്റ് എന്താണോ നമ്മൾ ചെയ്യാൻ പോണ കാര്യം അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു തോട്ട് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അത് പ്രൊക്കാസ്റ്റ് ചെയ്യും. ഈ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് വരാറ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളിപ്പോ എന്താണ് നിങ്ങൾ മാറ്റി വെക്കുന്ന ഹാബിറ്റ് എന്താണെന്ന് ആലോചിക്കാം. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി വെക്കാൻ കാരണം എന്നും കൂടെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. തോറ്റോ, ശരിയാവും, ഞാൻ ചെയ്ത് ശരിയാവും, ഞാൻ അതിൽ പെർഫെക്റ്റ് അല്ലല്ലോ എന്നുള്ള 2-3 തോട്ട്സുകൾ വരും. എപ്പോഴും അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഡിലേ ആവും. പിന്നെ ഒന്നാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അത്ര അറിയില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിന് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്യും. നമ്മുടെ ബ്രെയിന് പൊതുവേ നമ്മളിങ്ങനെ എന്താ പറയാ, സേഫ് ആക്കാനാണ് നോക്കുക. നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യും. ഇപ്പൊ ഡ്രൈവിംഗ് ഒന്നും നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് വണ്ടി എടുത്തൊന്ന് പുറത്ത് ഡ്രൈവ് ചെയ്ത് നോക്കാൻ നമുക്കിങ്ങനെ പേടിയാണ്. നമുക്ക് വണ്ടി ഇടിക്കോ, വണ്ടി എന്തെങ്കിലും സംഭവിക്കോ, കറക്റ്റ് പഠിച്ചുകൊണ്ടേ ഇരിക്കണുള്ളൂ. അപ്പൊ നമ്മുടെ ബ്രെയിന് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്യും. എന്താണ്, പിന്നെ സേഫ് ആണ്, നമ്മൾ സേഫ് ആയി വെക്കും. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പീരിയൻസ് വരട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ, എന്നിട്ട് എടുക്കാൻ വണ്ടി, അല്ല ഇപ്പൊ തന്നെ എടുക്കല്ലേ, എന്തെങ്കിലും അപകടം പറ്റും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സേഫ് ആക്കാൻ നോക്കും. എന്തൊരു കാര്യത്തിൽ, ചെറിയൊരു കാര്യമാണെങ്കിലും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പിന്നെ എക്സ്പീരിയൻസ് പറയാം. സാധാരണ ഞാൻ ചെയ്യാറ്, എല്ലാ നോർമൽ ഡേയ്സിലും ഞാൻ ചെയ്താറ്, എൻ്റെ മക്കളെ 8:30 ആകുമ്പോൾ ഓട്ടോ വരും, കുറച്ച് അപ്പുറത്താണ് ഓട്ടോ വരും. അവരെ കൊണ്ടുവിടുമ്പോൾ അവരെ കൂടെ പോകും. ചെറിയ കുട്ടികളാണ്, 5ഉം 8ഒക്കെ വയസ്സാണ്. അപ്പൊ അവരെ കൂടെ പോവും. അവരെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സമയം ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മോർണിംഗ് വാക്ക് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓട്ടോ വരണവരെയോ അല്ലെങ്കിൽ ഓട്ടോ വന്നിട്ട് അവർ പോയതിനു ശേഷമൊക്കെ ഞാൻ ചെയ്യും. അതിനുശേഷം ഇവിടെ വന്ന് ക്ലീൻ ചെയ്യും, എൻ്റെ വീട് ക്ലീൻ ചെയ്യും. ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഈ നോമ്പ് ടൈം ആകുമ്പോൾ നമുക്ക് പൊതുവെ അറിയാലോ, ഭക്ഷണമൊന്നും കഴിക്കണില്ലല്ലോ. അപ്പൊ പൊതുവെ ടയേർഡാണ്. മക്കളെ ഇങ്ങനെ കുളിപ്പിക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, അവരെ വിളിക്കുന്നു, ഒരുക്കുന്നു. അപ്പൊ ഒന്നുകിൽ സൗണ്ട് എടുക്കുന്നുണ്ട്, കുക്കിംഗ് ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പൊ ആ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ ആ ക്ഷീണം ഉള്ളതുകൊണ്ട് എന്താണ്, മക്കളെ കൂടെ പോകാൻ മടി തോന്നും. എന്നിട്ട് ഇങ്ങനെ മനസ്സെന്താ എന്നോട് പറയാന്ന് വെച്ചാൽ, കുറച്ച് റെസ്റ്റ് എടുത്തോ, നോമ്പല്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ടയേർഡ് ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മക്കള് പോണ വരെ അവിടെ ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ ഒന്ന് നോക്കി നിൽക്കുള്ളൂ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. പക്ഷെ ആ കിടക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ മൈൻഡിൽ എന്താണ്, വീട് ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് പോലുമില്ല, ആരെങ്കിലും വരുമോ എന്നുള്ള തോട്ട് ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങടെ പൊങ്ങാൻ തോന്നില്ല. ഇവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു സുഖമാണല്ലോ, അവിടെ ഇങ്ങനെ കിടക്കും. പക്ഷെ ഇങ്ങനെ മനസ്സിൽ ഗിൽറ്റ് ഫീൽ ചെയ്യും. എന്താണ്, ക്ലീൻ അല്ല വീട്, പാത്രങ്ങൾ കഴുകാനുണ്ട്, അടിച്ചു വാരണം, മക്കളൊക്കെ പോയതിന്റെ ഇതുണ്ടാവും. പക്ഷെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യണില്ല. എന്താണ്, ടയർഡാണ്, കിടക്കുകയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ സേഫ് ആക്കി വെക്കുകയാണ്. നിനക്ക് നോമ്പല്ലേ, നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങനെ മൈൻഡ് പറയാം, നിനക്ക് നോമ്പല്ലേ, കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുത്തോ. അപ്പൊ അവിടെ ചിലപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോണും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മണിക്കൂറുകൾ പോണ അറിയില്ല, അല്ലേ? പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലോട്ട് കയറി വരുമ്പോ നമുക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് ഫീൽ ചെയ്യും. അയ്യോ, വീട് വൃത്തിയായിരുന്നില്ല, അവരെന്താ വിചാരിച്ച, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ ഇവിടെ അതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. ഇതേപോലെയാണ് പല കാര്യങ്ങളും, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് മടിയായിട്ടല്ല. മടി മാത്രമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല കേട്ടോ, അത് അവിടെ കിടക്കും, ഒരിക്കലും ചെയ്യില്ല. പക്ഷെ മടി മാത്രമല്ല, ഇവിടെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ മടി മാറ്റാൻ കുറെ ശീലങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കാം, അല്ലെ? ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ മടി ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടത്തോടെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഇതിൽ എത്ര പേര് രാവിലെ അലാറം വെച്ച് എണീക്കുന്നവരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യാം. മീന്നാണെങ്കിൽ എം ടൈപ്പ് ചെയ്താൽ മതി. മീന്നോ എസ്ന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം. അലാറം വെച്ചാണ് എണീക്കുന്നത്, ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫോണില്
നമ്മളൊരു ടൈം കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് യെസ് ഓക്കെ ഗായത്രി സൈനബ ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ ടൈമില് ഇനിയുള്ള ക്വസ്റ്റ്യൻ എത്ര സമയമാണ് വെക്കാറ്? അതായത് 5 മണി അല്ലെങ്കിൽ 4:30 അതല്ലെങ്കിൽ 5:30 ഇതിൽ ഏത് ടൈമാണ് നിങ്ങൾ വെക്കാറ്? ഇനിയുള്ള ഒരു ടൈമും കൂടെ ടൈപ്പ് ചെയ്തോളൂ. കുറെ പേരുണ്ട് അലാം യൂസ് ചെയ്തിട്ട് എണീക്കുന്നത്. എസ് 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 45 ഉണ്ട്, 4:45 ഉണ്ട്, 3:45 ഉണ്ട്. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ ആണ്, അലാം അടിക്കുമ്പോ തന്നെ നിങ്ങൾ എണീക്കോ? ഇതേ ഈ കറക്റ്റ് ടൈമില് അലാം അടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെ? നമ്മൾ ഉണരും ചെയ്യും, അധികം ഉണരാത്തവരും ഉണ്ടാവും, അലാമിന്റെ സൗണ്ട് ഒന്നും കേൾക്കാത്തവരും ഉണ്ടാവും അല്ലെ? ഈ സൗണ്ട് കേട്ട് അപ്പൊ തന്നെ എണീക്കോ അതോ സ്നീസ് ചെയ്യോ? അതിങ്ങനെ മുൻകി മ്യൂട്ട് ആക്കിയിടും, അതല്ലെങ്കിൽ പോസ് ചെയ്തിടും, ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു എസ് കമന്റ് ചെയ്യാം. നമ്മള് ആ ടൈമില് ഇങ്ങനെ ടൈം സ്നീസ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോ പിന്നെ അലാറം അടിച്ചുകൊണ്ടിരിക്കും അല്ലെ? ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. യെസ്, ഇവിടെയാണ് നമ്മുടെ മൈൻഡ് ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. എന്താണ്, 5 മണിക്കാ വെച്ച് വരുവാണെങ്കിൽ 5 മണിയല്ലേ ആയിട്ടുള്ളൂ, ഒരു 5 മിനിറ്റ് കൂടെ കിടന്നു അത് നമ്മളോട് ആരും പറയണ പോലെ തോന്നും അല്ലെ? പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് കഴിഞ്ഞ് കിടക്കുമ്പോ നിങ്ങൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ട് നാളെ മെഡിറ്റേഷൻ ഉണ്ട് 6 മണിക്ക്. പൊതുവെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തവരുണ്ടാവും അതിൽ. 6 മണിക്ക് മെഡിറ്റേഷൻ, 6:30 ഒരു സെഷൻ അല്ലെ? ഇത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ എണീക്കും. പക്ഷെ ഇത് ഉണ്ടെങ്കിലും സമയമുണ്ടല്ലോ, 6 മണിക്കല്ലേ അല്ലെ? 5 മണിക്ക് അലാറം വെച്ച ആൾ എന്താണ്, 6 മണിക്കല്ലേ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് 5:30 ആക്കും ചിലപ്പോ. അതെന്താണ്, അവിടെയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഉണരുന്ന സമയം തന്നെ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയം തന്നെ ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുക. അത് എന്തെന്നാണെങ്കിലും, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാനില്ലെങ്കിൽ നമുക്ക് 5 മണിക്ക് എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ? ഇപ്പൊ ഇന്നിപ്പോ സെഷൻ ഇല്ല, അറിഞ്ഞ കുറേ പേരുണ്ട് ഇതിൽ. അറിഞ്ഞ 48 പേരുള്ളൂ ഇതില്, ഞാനടക്കം ഇതിൽ കയറിയിട്ടുള്ളൂ. അല്ലാതെ 100 കണക്കിന് ആളുകൾക്ക് ഈ ന്യൂസ് എത്തിയിട്ടുണ്ട് അല്ലെ? ഈ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരെന്താണ്, അവര് പ്ലാൻ ചെയ്തിട്ടില്ല, അവര് എണീക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അലാം വെച്ചിട്ടില്ല. അലാം കേട്ടാലും ചിലപ്പോൾ അത് സ്നീസ് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലെ? അതിൽ നിന്ന് മാറിയുള്ള 48 പേരാണ് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ടൈമിൽ വന്നിരുന്നു. ചിലർ കറക്റ്റ് ടൈമിൽ വന്നിരുന്നു, ചില കുറച്ച് വൈകി 6 മണിയുള്ള മെഡിറ്റേഷൻ 6:15 ഇരുന്നവരുണ്ടാവാം, എല്ലാം കഴിഞ്ഞ് 6:30 വരെ വന്നവരുണ്ടാവാം. ഓക്കെ, അതെന്തോട്ടെ. പക്ഷെ ഞാൻ പറയണത്, നിങ്ങൾ ഉണർന്ന സമയം ഉണ്ടല്ലോ, കണ്ണ് തുറന്നു, അലാമിന്റെ സൗണ്ട് കേട്ടു, താങ്ക് ഗോഡ് എനിക്കൊരു ആയുസ് ഒരു ദിവസം നീട്ടി കിട്ടി എന്ന് പറഞ്ഞ് ആ ബെഡിൽ നിന്ന് അപ്പൊ തന്നെ എണീക്കുക. ബെഡിൽ നിന്ന് കിടന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് എണീറ്റിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് വൺ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് റൂള് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് റൂള്. ഉണർന്നു, എണീക്കുക. 5 4 3 2 1 സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ആ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതല്ലെങ്കിൽ അങ്ങനെ കിടക്കും, നമ്മുടെ മൈൻഡ് പറഞ്ഞത് കേട്ട് നമ്മളിങ്ങനെ വൈകിപ്പിച്ച് നമുക്കെല്ലാം ഡെഡ് ലൈനിലോട്ട് 6 മണി പല്ലേക്കാൻ എണീക്ക്, പല്ലേച്ച് കഴിയുമ്പോഴത്തേനും വേറെ ബാത്റൂം പോകേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ള പർപ്പസിലോട്ട് നമ്മൾ എത്തില്ല, വൈകിപ്പോവും. അതാണ് ഫസ്റ്റ് റൂള്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മടിയുള്ളവരോടാട്ടോ പറയുന്നത്. മടി ഇല്ലാത്ത കുറെ പേരാണ് ഇതിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ മടി തോന്നണം, കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാം, കുറച്ച് സമയം കൂടി കിടക്കാം എന്ന് തോന്നുന്നവര് ഈ ഒരു ടൂള് അപ്പൊ തന്നെ താങ്ക് ഗോഡ് അൽഹംദുലില്ലാ എന്ന് ഉള്ള രീതിയിൽ എന്ന് പറയാം. നമുക്ക് അലാറം വെക്കുമ്പോൾ ഇത്ര വേഗം നേരം വെളുത്തോ എന്നുള്ള തോട്ടല്ല വരേണ്ടത്. എനിക്കൊരു ആയുസ് നീട്ടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുക. അലാം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ഇതിലുള്ള വന്ന എല്ലാവർക്കും എന്താണ്, 6 മണിക്ക് സൂമിൽ കയറണം എന്നുണ്ട്. പക്ഷെ പർപ്പസ്ഫുള്ളി നമ്മുടെ ലൈഫ് പോണോണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും മോർണിംഗിൽ എണീറ്റ് കുളിച്ച് 5 മണിക്ക് എണീറ്റ് ഫ്രഷ് ആയി. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം തൂങ്ങിയോടുകൂടെ നിങ്ങളുടെ മുഖത്ത് വന്നിരിക്കാൻ വയ്യ. പിന്നെ ഈ ഒരു സെഷൻ റെക്കോർഡഡ് ആണല്ലേ, അപ്പൊ അത് യൂട്യൂബിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യണം. അതുകൊണ്ട് ആ ഒരു പർപ്പസ്ഫുള്ളി ഞാൻ കുളിച്ച്, അല്ലെങ്കിൽ ഞാൻ ഈ ടൈമിൽ കുളിക്കാറില്ല. അതെന്തുകൊണ്ടാണ്, എനിക്ക് മടി തോന്നാത്ത എന്തുകൊണ്ടാണ്, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എനിക്ക് സെഷൻ എടുക്കണ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതാണ്, നമ്മൾ ഇഷ്ടത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത്
ഭാരമായിട്ട് തോന്നില്ല. ഇപ്പൊ എന്റെ മക്കളെ സ്കൂളിലോട്ട് വിളിക്കുമ്പോൾ അവരിങ്ങനെ കുറേ തവണ വിളിച്ചോണ്ടിരിക്കണം. എനിക്ക് 7 മണിയായി 7:30 എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് കുക്കിങ്ങിന്റെ ഇടയിൽ വരും, വിളിക്കും. അവര് പിന്നെ അങ്ങോട്ടും തിരിഞ്ഞെടുക്കും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കും. അവർക്ക് എന്താണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഇഷ്ടമില്ല. അതാണ് മെയിൻ കാരണം. ഞാൻ മക്കളെ കാര്യത്തിലോട്ട് വരുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളിലോട്ട് ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ചാടിയിരിക്കും. പിന്നെ അതേപോലെ എൻ്റെ ഒരു ഇതിലുള്ളതാണ്, എൻ്റെ മോളെ 3 പേരുണ്ട്. എല്ലാവരും വിളിച്ച് 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 കുറേ തവണ വിളിച്ചാലേ അവർ എണീക്കുള്ളൂ. എൻ്റെ മോൾക്ക് സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിലോട്ടാണ്. ആ ദിവസം അവളോട് ഞാൻ പറഞ്ഞു 7:30 സ്കൂളിൽ എത്തണം, വേഗം കിടന്നു. അവൾ നേരത്തെ കിടന്നു. 7 മണിയുടെ മുമ്പ് 6:30 ഞാൻ എണീറ്റിട്ടില്ല. അതിനു മുമ്പ് എന്നെ വിളിച്ച് എണീപ്പിച്ച്, ഉമ്മ ഇതിന് പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, സമയമായോ എന്ന് വെച്ചിട്ട്. കാരണം എന്താ, ഉറങ്ങുമ്പോഴേ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് കിടക്കണേ, നാളെ നല്ല സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യാൻ പോകണം. അതുകൊണ്ട് എന്താണ്, അവളെ മൈൻഡ് അവളെ ഉണർത്തി എന്നെ കൂടെ വിളിച്ച്. അറിയില്ല, ഞാൻ ഉണർന്നില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവുന്ന അവൾക്കറിയാം. അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം, സന്തോഷത്തോടു കൂടെ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കാം. എനിക്ക് സക്സസിലേക്കുള്ള ഒരു പാർട്ടാണിത്. അതുകൊണ്ട് ഞാനത് ഹാപ്പി ആയിട്ട് ചെയ്യും എന്നിങ്ങനെ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ സമയം അത് ചെയ്യണല്ലോ, എണീക്കണല്ലോ, അല്ലെങ്കിൽ അവിടെ പോകണല്ലോ, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫിയർ ഉണ്ടാവാൻ പാടില്ല. ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കാം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു 2 or 10 minute റൂള്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബുക്ക് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ ഷെൽഫിൽ ഇരിക്കുക അല്ലെ, ഷെൽഫിൽ ഇരിക്കുക, ഇതുവരെ വായിച്ചിട്ടില്ല. വായിക്കണം ബുക്ക് കാണുമ്പോഴൊക്കെ വായിക്കണം, സമയം കിട്ടുമ്പോൾ വായിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ ടേബിളിലെങ്കിലും ആ ബുക്ക് എടുത്ത് വെക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എല്ലാം ഫ്രീ ആയി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ, കാണുന്ന രീതിയിൽ എടുത്തു വെക്കാം. ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ദെൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഫ്രീ ആയിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ജസ്റ്റ് തുറന്ന് ഒരു 2 പേജ് വായിക്കുക. ഒരുപാടൊന്നും വായിക്കേണ്ട, ഒരുപാട് വായിക്കാൻ സമയമല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ 2 പേജെങ്കിലും വായിക്കാം. ഒരു 2 പേജെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കുമ്പോൾ പിന്നീട് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പറയും അത് കുറച്ചുകൂടെ വായിക്കുക, കണ്ടിന്യൂ ചെയ്യുക. ബ്രെയിൻ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നല്ലൊരു ബുക്കൊക്കെയാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് തന്നെ പറയാം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്, അത് വായിച്ചപ്പോൾ കുറെ പോസിറ്റീവ് ആവാൻ പറ്റി, അത് കുറച്ചുകൂടെ വായിക്കുക എന്നിങ്ങനെ പറയും. തോട്ട് നിങ്ങൾക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ബുക്ക് എടുത്ത് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അതാണ് 2 or 10 minute റൂള്. 2 പേജ് അല്ലെങ്കിൽ ഒരു 3 പേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു ദിവസം കുറച്ച് സമയം കിട്ടുമ്പോൾ കുറച്ചുകൂടെ ബാക്കി വായിക്കും. ഇത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇതില് എനിക്ക് ഇങ്ങനെ സെഷൻ എടുക്കാനും അതുപോലെ തന്നെ ഇവന്റുകളിൽ സ്റ്റേജിൽ കയറി സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫിയർ ഓഫ് ഫെയിലിയറും അതുപോലെ പെർഫെക്ഷനിസം ഒക്കെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് വീഡിയോ ചെയ്യാം. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗ്രൂപ്പിലുള്ളവരൊക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് അല്ലെ. എനിക്ക് വീഡിയോ ചെയ്യുക, ഈ ക്യാമറ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നീട്ടി വെക്കുന്ന ഒരു കാര്യമാണ്. മീൻസ് മെയിൻ ആയിട്ട് പെർഫെക്ഷനിസം ആണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, സ്റ്റുഡിയോ പോയി ചെയ്യണം, നല്ല കോസ്റ്റ്യൂമിൽ ചെയ്യണം എന്നൊക്കെയുള്ള തോട്ട് ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ നീണ്ടു പോണത്. പക്ഷെ ഞാൻ അവിടെ എനിക്കൊരു ഡെഡ് ലൈൻ കിട്ടി. മോർണിംഗ് സെഷൻ രഞ്ജിത്ത് പറഞ്ഞു മോർണിംഗ് സെഷന് വീഡിയോ വേണം. തലേന്നാണ് വിളിച്ചു പറയുന്നത്, 30-ാം തീയതിയാണ് വിളിച്ചു പറയുന്നത്. ഒരു ദിവസമുള്ളൂ, 31-ാം തീയതി ഒരു ദിവസത്തെ എൻ്റെ ഇടയിലുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പൊ തന്നെ ടോപ്പിക് റെഫർ ചെയ്ത് എഴുതി വെച്ചു. അപ്പൊ തന്നെ എഴുതി വെച്ചു, ആ സമയം പറഞ്ഞപ്പോ തന്നെ അത് എഴുതി വെച്ചു. പിറ്റേന്ന് മോർണിംഗ് രാവിലെ അത് ഷൂട്ട് ചെയ്ത്, നിങ്ങൾ കാണുന്ന ആ 1 മിനിറ്റ് റീല് ഞാൻ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ അത് എന്ത് ചെയ്തിട്ടുള്ളത്, ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം കുറെ തവണ പറയും, തെറ്റും മാറ്റും, പിന്നെയും റിപ്പീറ്റ്, ഇങ്ങനെ കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് ആ 1 മിനിറ്റ് വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത്. ഇനി എന്താവും, ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് എനിക്ക് അതിൽ എക്സ്പെർട്ട് ആവാൻ പറ്റും, എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യണം, ഞാൻ ട്രൈ ചെയ്യണം. ഇതുവരെ ഞാൻ ട്രൈ പോലും ചെയ്തില്ല, കാരണം അവിടെ ഡെഡ് ലൈൻ ഇല്ല. താങ്ക് യു.
ഡെഡ് ലൈൻ ഇല്ല. അതായത് ചെയ്യാം, ടൈം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ചെയ്യാം, എപ്പോഴെങ്കിലും സ്റ്റുഡിയോ പോയി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ്യൂം നല്ലൊരു കോട്ടൊക്കെ ഓർഡർ ചെയ്ത് വരുത്താം. ഇങ്ങനെ പല പല ചിന്തകളിൽ ഇതിങ്ങനെ നീണ്ടു പോവുക. ഇവിടെ ഡെഡ് ലൈൻ വന്നപ്പോൾ ഞാൻ ഇതൊന്നും നോക്കിയില്ല, എൻ്റെ ഫോൺ എടുത്തു, എൻ്റെ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത്. അപ്പൊ അതാണ് സ്റ്റാർട്ട് ചെയ്യുക. പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്തോ, അത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ദെൻ റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങടെങ്കിലും പോകണം, 10 മണിക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നു, ഒരു കോള് വന്നു, ഒരു കോൾ ഇമ്പോർട്ടൻറ്റ് കോളൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ ആ കാര്യം വിട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പൊതുവെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എന്താണോ നിങ്ങൾക്ക് അറിയില്ല. എന്റെ ഡിസ്ട്രാക്ഷൻ ഫോണാണ്. കോൾ വന്നാലും ഞാൻ അത് നമ്മളോട് ബിസി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിസി അല്ല, ഫ്രീ ആണെന്ന് ഞാൻ എപ്പോഴും പറയും. എത്ര തിരക്കാണെങ്കിലും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ സംസാരിക്കും. എനിക്ക് അവരോട് നോ പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് വിളിച്ചൊരു കോളില് ഞാൻ അയ്യോ ഞാൻ സോറി ഇപ്പൊ ഇന്നെ വിളിക്കട്ടോ എന്ന് പറയാൻ എനിക്ക് തോന്നാറില്ല. സെഷൻ ആണെങ്കിൽ മാത്രം ഞാൻ കട്ട് ചെയ്ത് വിടും, അതല്ല എന്തെങ്കിലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് എന്തിനാണോ പ്രയോറിറ്റി അതിന് കൊടുക്കുക. ഒരു കോൾ, സോറി ഞാൻ ഇത്തിരി ബിസി ആട്ടോ, എനിക്ക് 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞാൽ കോൾ കട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. നോ പറയാൻ നമ്മുടെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവർക്ക് മെസ്സേജ് ഇടാം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മെസ്സേജ് ഇടാം. ആ സമയം അവരോട് മണിക്കൂർ കണക്കിന് സംസാരിച്ച് അയ്യോ സമയം പോയി, ബസ്സിന് പോകേണ്ടത് നമ്മൾ പിന്നെ ഓട്ടോ എടുക്കുന്നു, എന്നിട്ടും ചിലപ്പോൾ ട്രെയിൻ മിസ്സാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതെ നോക്കാം. ഓക്കെ, റിമൂവ് എന്താ ഡിസ്ട്രാക്ഷൻ എന്താണോ നിങ്ങളുടെ, അത് നിങ്ങൾ ഒഴിവാക്കാം. ദെൻ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ തന്നെ, ഞാൻ തന്നെ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് വീഡിയോ ചെയ്യാൻ എന്താണ്, ഞാൻ വീഡിയോ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയാണ്, അങ്ങനെയുള്ള തോട്ട് ഞാൻ തന്നെ എൻ്റെ മൈൻഡിൽ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളവരോട് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ പറയും, എനിക്ക് ക്ലാസ് സെഷൻ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഇവന്റുകൾ മൈക്ക് കിട്ടിയാലും ഞാൻ സംസാരിക്കാൻ ഒരു ഫിയറും ഇല്ല, പക്ഷെ എനിക്ക് എന്തോ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ശരിയാവണില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അഫർമേഷൻ നെഗറ്റീവ് ആണ് അല്ലെ, നമുക്ക് മനസ്സിലാവേണ്ടത് നെഗറ്റീവ്. അതിനെ പോസിറ്റീവ് ആക്കി മാറ്റാം. അതായത് ഞാനൊരു ആക്ഷൻ ടേക്കർ ആണ് എന്നുള്ള രീതിയിൽ, അത് കഴിഞ്ഞ റിസൾട്ട് നമ്മൾ മനസ്സിൽ കാണാം. എന്താണോ നമ്മൾ നീട്ടി വെക്കുന്ന ഒരു കാര്യം, ഒരു ബുക്ക് എഴുതലാണോ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ, ഒരു ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ, ഇത് മനസ്സിൽ കാണാം അതിന്റെ റിസൾട്ട്. അതിലിങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു വീഡിയോ വരണത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ കണ്ടോണ്ടിരിക്കുമല്ലേ, നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടും കാണാം. അതല്ല അത് ഇഷ്ടപ്പെട്ടുകൊണ്ടും കാണാം അല്ലേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ നല്ല ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ അവരുടെ നല്ല പോസിറ്റീവ് മെസ്സേജുകളൊക്കെ വരുമ്പോൾ യൂസ്ഫുൾ ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു എന്നൊക്കെ കുറെ പേര് എന്നോട് പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ഡോപ്പമിൻ കിട്ടും, സന്തോഷാവില്ലേ നമ്മൾക്ക്. അപ്പൊ അതും മനസ്സിൽ കാണാം. ഓൾറെഡി നമ്മള് അഫർമേഷൻ കൊടുക്കുക, ഇത് ഞാനൊരു ആക്ഷൻ ട്രേക്കറാണ്, ഞാനൊരു പ്രൊക്കാസിനേറ്റർ അല്ല, ഞാനൊരു ആക്ഷൻ ട്രേക്കർ ആണെന്ന് തന്നെ എപ്പോഴും പറയും. ഓക്കെ, എപ്പോഴും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. കുറെ ചിന്തിച്ചിരുന്നാല് ആ ചിന്തിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. നാളെ നീളെ എന്നൊരു ചൊല്ല് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഇന്ന് നമ്മൾ മാറ്റി വെച്ച ഒരു കാര്യം ഇന്ന് ചെയ്തപ്പോ ഇന്ന് നമ്മൾ പഠിച്ചില്ല, നമ്മൾ നന്നായി പഠിച്ചില്ല, പോയി പരീക്ഷ എഴുതി, എന്നിട്ട് നമുക്ക് ഇങ്ങനെ തോന്നണം ഓ പഠിച്ചാൽ മതിയായിരുന്നു, ആ ടോപ്പിക്ക് നമുക്കൊന്ന് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഗിൽറ്റ് ഫീൽ ചെയ്യരുത്. നമ്മൾ മാറ്റി വെക്കുന്ന ഓരോ കാര്യവും നമ്മളെ നാളത്തെ ഗിൽറ്റാണ്, ഗിൽറ്റ് ഫീൽ ചെയ്യും നമുക്ക് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മളത് ചെയ്യാം. ചെറിയ കാര്യങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ലേ, അവോയ്ഡ്, എന്താ പോയിന്റ് പറഞ്ഞ, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് പറഞ്ഞു. ദെൻ അഫർമേഷൻ കൊടുക്കുമ്പോൾ നെഗറ്റീവ് അഫർമേഷൻ കൊടുക്കാതിരിക്കണം. അവോയ്ഡ് 4 പോയിന്റ്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ദെൻ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്നാണ് അത് പറയാം. നമ്മൾ എന്താണോ ശരിക്കുള്ള ഐഡന്റിറ്റി, നമ്മുടെ കാര്യത്തിൽ എന്താണോ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അത് നെഗറ്റീവ് തന്നെ പറഞ്ഞു. ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പറയുമ്പോൾ ചിലർ പറയില്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റൂല, നീയൊക്കെ ഓടിക്കും, എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് പറയും. അതല്ല, എന്നെ കൊണ്ടും കഴിയും, എനിക്കും പറ്റും എന്ന് തന്നെ പറയണം, എന്നാലേ അത് നടക്കുള്ളൂ. അല്ലാതെ അവരൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കണുണ്ടോ, എനിക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, അങ്ങനെ ഉണ്ടാവും. എന്താണോ നമ്മുടെ മൈൻഡിൽ വരുന്ന
നെഗറ്റീവ് തോട്ട് അതിനെ പോസിറ്റീവായിട്ട് അഫർമേഷൻ ഉറക്കെ തന്നെ പറയാം, മിറർ ടോക്ക് പറയാം, സെൽഫ് ടോക്ക് പറയാം. ഓക്കെ, ഇനി എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിന്റെ റിസൾട്ട് മനസ്സിൽ കാണാം, വിഷ്വൽ ചെയ്യാം. ഇപ്പൊ വണ്ടി ഓടിക്കാനൊക്കെ പേടിയില്ലാതെ ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി എടുക്കാത്ത ആള് ആ വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഷോപ്പിങ്ങിനോ നമ്മുടെ ഇഷ്ടത്തിന് പാർക്കിലൊക്കെ പോകണത് ഇങ്ങനെ മനസ്സിൽ വിഷ്വൽ ചെയ്യാം. നമുക്ക് ഹാപ്പി എന്താണോ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ഒരു മാറ്റി വെച്ചത്, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയണേ, അതിന് വിഷ്വൽ ചെയ്യുക, അതിന്റെ പോസിറ്റീവ് റിസൾട്ട് വിഷ്വൽ ചെയ്യുക. അപ്പോഴും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ്. പ്രോമിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കുറയും. ആ സമയം എന്നെ സംബന്ധിച്ചിടത്തോളം 2-3 വീഡിയോ ചെയ്തപ്പോൾ എന്റെ കോൺഫിഡൻസ് കൂടി. ഇനി എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ മിസ്റ്റേക്ക് ഒക്കെ മാറ്റി കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അതാണ് എന്റെ ലൈഫിൽ വന്നൊരു മാറ്റം. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പെർഫെക്റ്റ് ആവാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ ആക്ഷൻ എടുക്കുന്നവരാണ് ലൈഫിൽ വിജയിക്കുന്നുള്ളൂ. ആക്ഷൻ എടുക്കാത്ത ഒരാളും എവിടെയും എത്തണില്ല. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ തോറ്റു പൊയ്ക്കോട്ടെ, അതൊരു ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ, അതിൽ നിന്ന് പഠിക്കുക അല്ലെ. എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം അത്രയും ബോറായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പോസ്റ്റ്, പക്ഷെ എന്താണ് അവിടെ നിന്ന് ഞാൻ പഠിച്ചു, എന്തായിരുന്നു എന്റെ മിസ്റ്റേക്ക്, അത് കറക്റ്റ് ചെയ്തു, അങ്ങനെ വന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ കറക്റ്റ് ചെയ്ത് ജസ്റ്റ് തോറ്റാലും, അതായത് എന്തെങ്കിലും പരാജയം ഒരു ടെസ്റ്റ് എഴുതി പാസ്സായില്ലെങ്കിലും നെക്സ്റ്റ് ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ 2-3 ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സാവണവരുണ്ടാവും അല്ലെ. ഒന്നിൽ തന്നെ അവിടെ അയ്യോ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാല് പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടില്ല. ആ സമയം 2ാമത്തെ ട്രൈ ചെയ്യാം, 3ാം വട്ടം ട്രൈ ചെയ്യാം അല്ലെ. ട്രൈ ചെയ്താൽ നമ്മൾ പാസ്സാവും. അങ്ങനെ അതാണ് പിന്നെ പറയാനുള്ളത്. ഗിൽറ്റ് ഫീൽ ചെയ്യാൻ ഡിലേ ഉണ്ടാക്കി കഴിഞ്ഞത്, നമ്മൾ ആക്ഷൻ എടുക്കാൻ ഡിലേ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫാണ് ഡിലേ ആവുന്നത്. നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും ഗിൽറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും, ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം പിന്നെ ഉള്ളത് ബിഗ് ഗോളാണ് നമ്മുടെ അടുത്തുള്ളത്. നമുക്കൊരു വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ ഡ്രീമാണ് നമ്മുടെ അടുത്തുള്ളത്. അത് ബിഗ് ആണല്ലേ, പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള പണവും ഇല്ല, ഒന്നുമില്ല. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും അല്ലേ. ഇവിടെയാണ് ഈ ബിഗ് പിന്നെ ഗോളിനെ സ്മോൾ സ്റ്റെപ്പ് ആക്കുക, ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ പീസ് ആക്കുക. ഇപ്പൊ വീടിന്റെ കാര്യമാണെങ്കിൽ വീടിന്റെ പ്ലാൻ വരയ്ക്കണ ഒരു ആളുകളെ അടുത്ത് നമ്മുടെ നമുക്ക് എത്രയാണോ 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്വയർ ഫീറ്റ്, അങ്ങനെ ഒരു പ്ലാൻ വരച്ചാൽ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. തുടങ്ങണ്ട, അന്വേഷിക്കാം. ഒരു വീട് സ്ഥലമാണെങ്കിൽ അത് എവിടെയാണ് കുറഞ്ഞ റേറ്റിന് സ്ഥലം കിട്ടുക എന്ന് അന്വേഷിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ. ഒരു ബുക്ക്, വലിയൊരു ബുക്കാണ് വായിക്കാനുണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യാം, ഒരു പേജ് വായിക്കാം. ഇവിടെ എന്താണോ നിങ്ങൾ ബിഗ് ആയിട്ട് വലിയതായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വലുതാണ്, അത് എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് നേടാൻ പറ്റില്ല, ഈ ജന്മത്തിൽ ഞാൻ അത് ചെയ്യുമോ എന്നൊക്കെ തോന്നുന്ന ഇതിന്റെ ചെറിയൊരു പാർട്ട് നിങ്ങൾ ചെയ്യുക. സ്മോൾ സ്റ്റെപ്പ് ബിഗ് റിസൾട്ട് എന്നാണ്. എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തു വെച്ചാല് അത് ചിലപ്പോൾ വലിയൊരു തുടക്കമായിരിക്കാം, വലിയൊരു റിസൾട്ട് ആയിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും തുടങ്ങാം. ഓക്കെ, അത്രയൊക്കെ കാര്യങ്ങളാണ് ടെക്നിക്സ് ആയിട്ട് പറയും. കാരണങ്ങൾ നമ്മൾ കുറെ പറഞ്ഞു. നമുക്ക് എന്താണ് ഫെയിലിയർ ആണ്, ഫെയിൽ ആവും, തോറ്റു പോകുമെന്ന് പേടി, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേന്ന്, പിന്നെ അതുപോലെ തന്നെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ്. പിന്നെ അത് കാരണങ്ങളിൽ ഒന്നാണ് മോട്ടിവേഷൻ കുറവ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ല, നിങ്ങളെ പുഷ് ചെയ്യണില്ല. ഇപ്പൊ ഞാനിങ്ങനെ പുഷ് ചെയ്യാണ്, നിങ്ങൾ അത് ചെയ്യുക ഇന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും നാളെ ഒരു വീഡിയോ ചെയ്യണം, എന്ത് പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്ത് ഗ്രൂപ്പിൽ ഇടണം എന്ന് നിങ്ങളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യും അല്ലേ. ഒരു ടോപ്പിക്കോ അതല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ തന്നിട്ടാണ് പറയണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അവിടെ മോട്ടിവേഷനും നമ്മൾ പുഷ് ചെയ്യാനൊന്നും ആളില്ലാതിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല നോക്കാം. നമുക്ക് ആ കാര്യം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലെ, നമുക്കത് താല്പര്യമേ ഇല്ല, അപ്പൊ അത് ചെയ്യാൻ തോന്നില്ല. എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. ആ സമയം ക്ലീനിങ്ങിന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അത് കഴിഞ്ഞ് കുറെ പാത്രം കഴുകുക, അത് ആലോചിക്കുമ്പോൾ തന്നെ മടുപ്പാണ്. അപ്പൊ അതാണ്, അതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്കൊരു എനർജി കിട്ടില്ല അത് ചെയ്യാൻ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞുള്ള റിസൾട്ട് നമ്മളിങ്ങനെ ഒന്ന് മനസ്സിൽ കാണാം. നല്ല ക്ലീൻ ആയി കിടക്കണ കിച്ചൺ, എന്ത് രസാ അല്ലെ.
അപ്പൊ അതൊന്നും മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ലേഡീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേഡീസിനെ ബേസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ പർപ്പസ് ഉണ്ടാവും. ഇപ്പൊ രാവിലെ നിങ്ങൾ എണീറ്റത് 6 മണിക്ക് ഈ പ്രോഗ്രാമിന് കയറണം, ജോയിൻ ആവണം സൂമിൽ എന്നുള്ളതുള്ള പോലെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലിയർ പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ എണീറ്റ് കുളിച്ച് സെഷൻ എടുക്കാൻ റെഡിയായി വന്നത്, സോറി ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക്, മീൻസ് ഞാൻ പറയാം അത് എന്തുകൊണ്ടാണ്, ഒരു പർപ്പസ് ഉണ്ട്, എനിക്ക് ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് എന്റെ കാര്യത്തിൽ. അതുപോലെ നമുക്ക് ഓരോന്നിനും നമ്മൾ ക്ലിയർ ക്ലാരിറ്റി വെക്കാം ഈ ടൈമിൽ. അല്ലെങ്കിൽ കുറെ സമയം ഉണ്ടല്ലോ, കുറെ ഇന്നിപ്പോ ഞാൻ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ മൊബൈലും പിടിച്ച് നിങ്ങൾ ആ ടൈം ഫുള്ള് പാഴാക്കും, അത് ഉറപ്പാണ്. അപ്പം പിന്നെ ഉള്ളതാണ് ഒരു കാരണമാണ് ഡിസിഷൻ എടുക്കാനുള്ള പിന്നെ ഇത് എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം. ഇപ്പൊ ബിസിനസ് ഒക്കെ തുടങ്ങണം എന്നുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും, അതെങ്ങനെ തുടങ്ങും, പിന്നെന്താണ് അതിനൊക്കെ ഒരു കൺഫ്യൂഷൻ. മൊത്തം കൺഫ്യൂഷൻ ആണോ എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിലേ ആവും. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. എപ്പോഴും എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയണ ഒരു ബുട്ടീക്ക് തുടങ്ങണം, ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് സ്റ്റാർട്ട്, അതല്ലെങ്കിൽ റീസെല് ചെയ്യാം. ആദ്യം റീസെല് ചെയ്യുമ്പോൾ നമുക്കൊന്നുമില്ല, വേറെയുള്ള ആളുടെ പ്രോഡക്റ്റ് റീസെല് ചെയ്ത് ഏകദേശം ഈ ഒരു പിന്നെ ഇതിലെ ഇൻട്രസ്റ്റ് അറിയാം, ആളുകളുടെ ഇൻട്രസ്റ്റ് അറിയാം, ആളുകൾക്ക് എങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇഷ്ടം, എന്താണ് അവര് ചൂസ് ചെയ്യുന്നത്, എന്താണ് അവർ അന്വേഷിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതറിഞ്ഞ് അല്ലെങ്കിൽ ഒരു കടയിൽ പോയി നിന്ന് സെയിൽസായി നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓൺലൈനായി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം പിന്നെ സെയിലൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ സ്റ്റോർ നമുക്ക് ഓഫ്ലൈനായിട്ട് പുറത്തായിട്ട് ഇടാം അല്ലേ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ, TV, മൊബൈല് ഒക്കെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ദെൻ ലോ സെൽഫ് കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റില്ല, അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ആക്ഷൻ എടുക്കാൻ എന്നെ കൊണ്ട് കഴിവില്ല എന്നുള്ള തോട്ട്സ് ഉണ്ടാവാം. ഇത് മാറ്റി നമ്മൾ തന്നെ അഫേം ചെയ്യാം. നമ്മൾ തന്നെ എപ്പോഴും ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ അതിന് ബോധപൂർവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവര്, ടൈം മിസ്മാനേജ്മെന്റ് ചെയ്യുന്നവരും, പ്ലാനിങ് ഒന്നും ഇല്ലാത്തവരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിലേ ആക്കും. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിലും അത് കറക്റ്റ് ടൈമിൽ ചെയ്യില്ല. ഇപ്പൊ 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ എണീറ്റ് ഇങ്ങനെ അലാറം അടിച്ച് അത് സ്നീസ് ചെയ്ത് എണീക്കുമ്പോ തന്നെ ഒരു 8 മണിയാവും. പിന്നെ കുളിച്ച് റെഡിയായി 10 മണിക്ക് എത്തില്ല ചിലപ്പോൾ. നമ്മള് 9 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ, 1 മണിക്കൂർ അരമണിക്കൂറേ ട്രാവലുള്ളൂ, 9 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വെറുതെ പ്ലാൻ ചെയ്യും. നമ്മൾ ഇറങ്ങും, ബസ് കിട്ടില്ല, അല്ലെങ്കിൽ ബ്ലോക്കിൽ പെടും. ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 8 മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങണം, ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങും എന്ന് പ്ലാൻ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റി വെക്കാതിരിക്കുക, ഒരു കാര്യവും ലാസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റി വെക്കാതിരിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഉണ്ടായത്, ഹസ്ബൻഡിന് ഇതുപോലെ ദുബായിലാണ് ആള്. അപ്പം പിന്നെ ഇതുപോലെ രാവിലെ 8:30 എങ്ങാണ്ട് ഫ്ലൈറ്റ് ഉണ്ട്, 2 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യണം, എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് കണക്കാക്കി, ഇവിടുന്ന് ആകെ 15 മിനിറ്റേ ഉള്ളൂ, കുറച്ച് സമയമുള്ളൂ, നെടുമ്പാശ്ശേരിക്ക് ഇച്ചിരി സമയമുള്ളൂ. അത് കണക്കാക്കി വളരെ അതായത് ഇതില്ലാതെ കുറച്ച് ആകെ 15 മിനിറ്റ് അല്ലേ ഉള്ളൂ, വണ്ടിയുണ്ട്, കാറുണ്ട്, നമുക്ക് വിചാരിച്ച് ഞങ്ങൾ ഒരു 5:30 ആ സമയത്തൊക്കെയാണ് ഒന്ന് റെഡിയായി ഇറങ്ങുന്നത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ടയർ പഞ്ചറാണെന്നത്. ഒരു ടയർ പഞ്ചറാണെന്ന് പറഞ്ഞു. ആ ടയർ മാറ്റിയിടാനുള്ള ടൈം എന്തായാലും ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് ടയർ മാറ്റിയിടായിരുന്നു. ടയർ അവിടെ ഉണ്ട്, ടയർ മാറ്റിയിടാനും അവർക്കൊക്കെ അറിയാം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചു, യൂബർ വിളിച്ചിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വന്നു. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലോട്ട് നമ്മൾ മാറ്റി വെച്ചു. ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടിയില്ല. ഇതേപോലെ നമ്മുടെ പോകുമ്പോൾ വഴിയിൽ ബ്ലോക്കാണ്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അവിടെ ബ്ലോക്കാണ്, നമ്മൾ പെട്ടുപോകും, നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, നമ്മൾ പോണ വണ്ടിയിൽ എന്തെങ്കിലും പിന്നീട് സംഭവിച്ചാലും, ഇങ്ങനെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ നമുക്ക് ആ ഒരു ടൈമും കൂടെ നമുക്ക് എടുത്തു വെക്കണം. അതായത് 10 മണിക്കുള്ള ഇന്റർവ്യൂ അല്ലേ, 9 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ടൈമിലോട്ട് ഒന്നും നീട്ടി വെക്കരുത്. ലാസ്റ്റ് ടൈം എന്ത് സംഭവിക്കുന്നു നമ്മളെ കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈം ഇച്ചിരി നേരത്തെ 9:30 തന്നെ അവിടെ എത്തി എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല അല്ലെ. പക്ഷെ 10 മണിക്ക് ശേഷം ആണെങ്കിൽ ചിലപ്പോൾ അവർ ഇന്റർവ്യൂവിൽ കയറ്റില്ല, എക്സാമിന് എന്തായാലും കയറ്റില്ല. എക്സാം ആണെങ്കിൽ PSC ഒക്കെ ആണെങ്കിൽ 10 മിനിറ്റ് മുമ്പേ വരാത്ത ആരെയും കയറ്റില്ല.
ട്രെയിൻ മിസ്സാവും, ഫ്ലൈറ്റ് മിസ്സാവും, എല്ലാം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റി വെക്കുന്നത് ഞാൻ ഒഴിവാക്കാം. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഉണ്ടാവുക, പ്ലാനിങ് ഉണ്ടാവുക. ഒരു ഹാബിറ്റ് ലൂപ്പിൽ പെട്ടുപോകരുത്. മാറ്റി വെക്കുന്ന ശീലം എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ലൂപ്പാണിത്. അത് പോസ്റ്റ്പോൺ ചെയ്യാം, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇനി സമയമുണ്ടല്ലോ, അടുത്ത ആഴ്ചയാണല്ലോ പറഞ്ഞത്, അപ്പൊ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കരുത്. then 10ാമത്തെ കാരണമാണ് ഇമോഷണൽ അവോയ്ഡൻസ്. അതായത് ചിലത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മുടെ മനസ്സിൽ തന്നെ അത് ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ അതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ടെമ്പററി റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, മാറ്റി മാറ്റി പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇമോഷണൽ അവോയ്ഡൻസ്, അതായത് നമ്മളിങ്ങനെ ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന ഡ്രൈവിങ്ങിന് ഞാൻ പഠിക്കണ്ടായപ്പോൾ ടെസ്റ്റ് ഡേറ്റ് എടുത്തതിന് ശേഷം ഞാൻ ക്യാൻസൽ ചെയ്ത ആളാണ്. ഈ ഒരു സംഭവം കാരണം ഞാൻ പാസ്സാവോ, എനിക്കത് അയ്യോ ഞാനത് എങ്ങനെ എട്ടിടും, എട്ടാണ് ഇടുന്നത്, എട്ടിടുമ്പോൾ ഞാനിങ്ങനെ കാലുകുത്തിയ പോയി കാര്യം. അപ്പൊ ഞാനത് ടെസ്റ്റിന്റെ ഡേറ്റ് ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്, എനിക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആവണം എന്നുണ്ട്. പെർഫെക്റ്റ് ആയാലും അവിടെ കാര്യങ്ങൾ നടക്കും കേട്ടോ, അവിടെ പിന്നെ അത് എക്സ്പീരിയൻസ് വേണം. പല കാര്യങ്ങളും നമ്മൾ ടെമ്പററി ആയിട്ട് ഇങ്ങനെ റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും, പോസ്റ്റ്പോൺ ചെയ്യും. അത് ഒഴിവാക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു വട്ടം ചിലപ്പോൾ തോറ്റെന്നിരിക്കാം, പക്ഷെ നെക്സ്റ്റ് ട്രൈ ചെയ്യാലോ. ദെൻ നമ്മളിങ്ങനെ കുറച്ച് കാരണങ്ങളും കുറച്ച് പറഞ്ഞു, കുറച്ച് അതിന്റെ ഇടയിൽ കൂടെ എന്ത് പറഞ്ഞു, കുറച്ച് ടെക്നിക്സ് പറഞ്ഞു. 5 സെക്കൻഡ് 5 4 3 2 1 എന്ന് പറയാ, സ്റ്റാർട്ട് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, ബ്രേക്ക് ഇറ്റ് സ്മോൾ, ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുക. അതായത് അതിന് സ്മോൾ ആയിട്ട്, നമ്മുടെ ബിഗ് ഗോളിന് സ്മോൾ ആയിട്ട് കട്ട് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ 10 മിനിറ്റെങ്കിലും ഒരു ബുക്ക് ആണെങ്കിൽ ബുക്ക് വായിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കുക. പിന്നെ ഐഡന്റിറ്റി, നമ്മുടെ നെഗറ്റീവ് ഐഡന്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ദെൻ നെക്സ്റ്റ് പറയണ അഫർമേഷൻ കൊടുക്കുക. ദെൻ വിഷ്വൽ ചെയ്യുക, അതിന്റെ റിസൾട്ട് വിഷ്വൽ ചെയ്യുക. എന്ത് കാര്യമാണോ നിങ്ങൾ നീട്ടി വെക്കുന്നത് അതിന്റെ ലാസ്റ്റ് എൻഡിങ്, അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഹാപ്പിനെസ്, അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ക്ലാപ്പ്, അത് ചെയ്ത് കഴിഞ്ഞാലുള്ള സന്തോഷം, ഇതൊക്കെ നിങ്ങൾ വിഷ്വൽ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ പ്രോമിസ് ചെയ്യാം, നിങ്ങളെ പ്രോമിസ് നിങ്ങൾ തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ബുക്ക് റീഡിങ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ അതിന്റെ ടൈറ്റിലെങ്കിലും ഒന്ന് എഴുതി വെക്കാം. ഒരു ബുക്ക് റീഡിംഗ് ആണെങ്കിൽ ഒരു പേജെങ്കിലും ഒന്ന് വായിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ എപ്പോഴും പറയാം, ഐ ആം ആൻ ആക്ഷൻ ടേക്കർ. നീ ഒന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും, ഒന്നും മടിയില്ലാതെ, പ്രൊക്കാസ്റ്റിനേഷൻ ഇല്ലാതെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഐ ആം ആൻ ആക്ഷൻ ടേക്കർ, SM ഒന്നല്ല, ഐ ആം ആൻ ആക്ഷൻ ടേക്കർ. കംപ്ലീറ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റണം, അത്രയെങ്കിലും ചെയ്യാൻ പറ്റണം, ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫോൺ ഉണ്ട് കയ്യില്, ടൈപ്പ് ചെയ്യാൻ എല്ലാവർക്കും ദൈവം കയ്യും തന്നിട്ടുണ്ട് അല്ലേ? യെസ്, ഗുഡ് ഗായത്രി, അടിപൊളി. അതാണ് എന്ത്, ഇതില് 46 പേരുണ്ട്. എത്ര വരും നോക്കാം, എത്ര മടിച്ചികളുണ്ട്, എത്ര മാറ്റി വെക്കുന്നവരുണ്ട്. ഐ ആം ആൻ ആക്ഷൻ ടേക്കർ. യെസ്, അടിപൊളി. ഗായത്രി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റഫീഖ്, ദെൻ യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. പേര് ഞാൻ വായിക്കാൻ കാരണം ഷാഹിദ ഷമീർ, ഷംസീന, രതി, ആരിഫ, ഫാത്തിമ, ബിപിൻ, എനിക്കിങ്ങനെ പോണ്ട്. ആരിഫ, ഫാത്തിമ, ബിപിൻ, ഷാഹിന, സുബൈദ, അനിത, ഹരി. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. നിങ്ങൾ ഞാൻ ഇത്രയും ഒരു അരമണിക്കൂർ സംസാരിച്ചതിൽ നിന്നും ആ ഒരു പോയിന്റ് ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് പേര്, ഒരു പദഹാരി, കുറെ വരുന്നുണ്ട് കേട്ടോ, എനിക്കിങ്ങനെ ചിലത് മിസ്സാവും, സോറി. ഒരുപാട് പേര്, 10-12ഓളം പേര് ഇപ്പൊ വന്നു. ഓക്കെ, ജിഷ്മ, മൊസിന, ആരിഫ. യെസ്, അതെന്താണ്, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എത്ര പേര് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറേ പറഞ്ഞു, അതാരെങ്കിലും സ്വന്തം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യോ? വളരെ ഈസി ആയ ഒരു കാര്യമാണ് പറഞ്ഞല്ലേ. അത് പക്ഷെ അതും ചെയ്യാത്ത കുറെ പേരുണ്ട് ഇതില്. വിഭോ, ആയിഷ, ആരിഫ, പിന്നെ ഓക്കെ കുറെ പേര് മടിയില്ലാത്തവരുണ്ട്. എനിക്ക് മനസ്സിലായി. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, എനിക്ക് സ്പെല്ലിംഗ് അറിയില്ലല്ലോ എന്നൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലോ. അതൊന്നും അല്ല ഇവിടെ നോക്കണേ. ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി, ഈ ഒരു മെന്റാലിറ്റി നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഇന്നുണ്ടാവും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യം. ഓക്കെ, 46-ല് എനിക്ക് തോന്നുന്നു ഒരു 15 പേര് അല്ലേ? യെസ് യെസ്, താങ്ക് യു. ഓക്കെ,
അപ്പോൾ അത് അവരുടെ ലൈഫിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ലൈഫിൽ എവിടെയെങ്കിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ടൈപ്പ് ചെയ്തവർക്കും അല്ലാത്തവരും മനസ്സിലെങ്കിലും പറയാം അല്ലേ, മനസ്സിലെങ്കിലും നിങ്ങളുടെ അഫോം കൊടുക്കാം, നിങ്ങളുടെ മൈൻഡിലോട്ട് കൊടുക്കാം. ടൈപ്പ് ചെയ്യാനും മടിയുള്ളവരാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. പിന്നെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മോട്ടിവേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആക്ഷനെയാണ് ബേസ് ചെയ്തത്. യെസ് ഞാൻ കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കണം. നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ കാര്യം. യെസ് പറയൂ. ടാപ്പ് ചെയ്യാൻ അറിയില്ല മാം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കേൾക്കണു അറിയണം എല്ലാം ഉണ്ട്. എനിക്ക് ടാപ്പ് ചെയ്യാൻ പറഞ്ഞോളൂ, ഒന്ന് പറഞ്ഞോളൂ. ഐ ആം ആൻ ആക്ഷൻ ടേക്കർ. യെസ് 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 ഓക്കെ. അപ്പോ ടൈപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കാട്ടോ, ചാറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു നോക്കുക. പിന്നെ ട്രൈ ചെയ്യാം. അത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇതേ അവസ്ഥ തന്നെ. ടൈപ്പ് ചെയ്ത് വെറുതെ ഒന്ന് എസ് ഒ എം ഒക്കെ ചാറ്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ചാറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓരോ ഇത് വരും. അവിടെ തൊടുക, മെസ്സേജ് എവരി വൺ വരും. അവിടെ തൊടുമ്പോ അക്ഷരങ്ങൾ വരും, എന്തെങ്കിലും അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. സാംസങ് എന്നുള്ള ആളല്ലേ പറഞ്ഞേ, അപ്പൊ ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കുക. അതൊന്ന് ട്രൈ ചെയ്യാം. അറിയില്ല എന്ന് പറഞ്ഞിരിക്കല്ലോ, ഒന്നെല്ലാം പഠിച്ചാൽ. ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യണില്ലേ, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് ആദ്യം അറിയായിരുന്നോ? നമ്മുടെ കയ്യിലൊന്നും ഫോൺ ഉണ്ടായില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം മനസ്സിലാവുള്ളൂ. അവിടെ ചിലപ്പോൾ തെറ്റും, ഞാൻ എസ് വിചാരിച്ചെടുത്ത് എം ആയിരിക്കും ഇടുക. അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡു ഇറ്റ് ടുഡേ. എന്താണെങ്കിലും സ്റ്റേലേ, നാളെ ചെയ്യാന്നില്ല, ഇന്നിങ്ങോട്ട് ഇന്നെ ചെയ്തു തുടങ്ങുക. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗോളുകൾ ഉണ്ടാവാം, നിങ്ങളുടേതായ പ്ലാനുകൾ ഇന്ന് ഉണ്ടാവാം അല്ലെ. അതിലൊന്നിലും നിങ്ങൾക്ക് നീട്ടി വെക്കരുത്. ഇപ്പൊ ജസ്റ്റ് ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട, ചെയ്ത് തുടങ്ങിക്കും. ദെൻ അത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത് ഈ ഒരു കാര്യത്തില്. അപ്പൊ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ എനിക്കൊരു ഇതില് കുറച്ച് ഡീറ്റെയിൽ ആയി പറയാനുള്ള കാര്യമാണ്, അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കൊന്നുമില്ല, ഷോർട്ട് ആക്കി പറയാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും രാവിലെ എണീറ്റിട്ട് അല്ലെ. ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് ഉണ്ടാവാം, വാഷിംഗ് ഉണ്ടാവാം, ക്ലീനിങ് ഉണ്ടാവാം, പിന്നെ എവിടെയെങ്കിലും പോകണം, സ്കൂളിൽ എവിടെയെങ്കിലും പോകണം, അങ്ങനെ പല ഷോപ്പിങ്ങിന് പോകണം. ജോലിയുള്ള ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ആവണം, ഫുഡ് കഴിച്ച് ജോലിക്ക് പോകണം ഇല്ലേ. ഇപ്പൊ പല കാര്യങ്ങൾ. അപ്പൊ അതില് പ്രയോറിറ്റി ലിസ്റ്റ് ഇടും. പ്രയോറിറ്റി ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് ചോദിച്ചതിന് ശേഷം അങ്ങനെ ഒരു ലിസ്റ്റ് ഇടാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റും അർജന്റുമായ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻറ്റും അർജന്റുമായ കാര്യം. പിന്നെ നോട്ട് ഇമ്പോർട്ടൻ്റ് പക്ഷെ അർജന്റ് ആണ്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, ഒട്ടും ഇമ്പോർട്ടൻറ്റും അല്ല അർജന്റും അല്ല, എന്നാൽ അതിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, മൊബൈൽ സ്ക്രോളിങ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് എന്താണോ ഇമ്പോർട്ടൻറ്റും അർജന്റുമായ കാര്യങ്ങൾ അത് ചെയ്യും. ഓക്കെ, ചിലത് ഇമ്പോർട്ടൻ്റ് ഒന്നും ആവില്ല, പക്ഷെ ചിലപ്പോൾ അർജന്റ് ആയിട്ട് ചെയ്യേണ്ടതായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ ചിലത് അർജന്റ് ആയിരിക്കാം പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകണം, പക്ഷെ അത് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു കാറ്റഗറി. നിങ്ങൾ ഒരു കാര്യം വരുമ്പോൾ ഇതെനിക്ക് അർജന്റ് ആയിട്ട് ചെയ്യണോ, ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് വൈകുന്നേരം ചെയ്താൽ മതിയായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, വൈകുന്നേരം 5 മണിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അപ്പൊ 5 മണിയിൽ ചെയ്തു വെക്കാം, 5 മണിക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ലൈഫ്. ഇപ്പൊ എന്റെ കാര്യം എനിക്ക് അറിയുള്ളൂ, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ കേട്ടതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് ഒരു ടു ഡു ലിസ്റ്റ് ഇടാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ള പ്രൊക്കാസ്റ്റിനേഷൻ മാറ്റാനുള്ളതും. പ്രൊക്കാസ്റ്റിനേഷന്റെ കാരണങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. മടിയുണ്ട്, മടി പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മടി മാറ്റാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മടി മാത്രമല്ല, പെർഫെക്ഷനിസം, ഫിയർ ഓഫ് ഫെയിലിയറും, അതുപോലെ പെർഫെക്റ്റ് ആവുമോ, ചെയ്താൽ പെർഫെക്റ്റ് ആവുമോ എന്നുള്ള പേടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ നീട്ടിവെക്കാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാരണങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടും, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് മാറ്റാനുള്ള കുറെ ടെക്നിക്സ് ഞാൻ പറഞ്ഞു. മെയിൻ ആയിട്ട് 5 സെക്കൻഡ് റൂൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ബെഡിൽ നിന്ന് ഉണർന്നു, അലാറം കേട്ട് ഉണർന്നു, അലാറം സ്നീസ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാതെ ബെഡിൽ നിന്ന് എണീക്കുക. 5 4 3 2 1 ദെൻ സ്റ്റാർട്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഓക്കെ, നമുക്ക് ഫീഡ്ബാക്ക് കേൾക്കാം.
താങ്ക് യു രതി. ഫീഡ്ബാക്ക് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോൺ പിന്നെ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സജഷൻസ് പറയാം. നിങ്ങൾ എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ പ്രൊക്കാസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, അതിനുള്ള ഒരു സൊല്യൂഷനും കൂടെ പറഞ്ഞിട്ട് വെക്കാം. സ്റ്റാർട്ട് ചെയ്തോ. മാം. ഹലോ, കേൾക്കാമോ? പേര് പറഞ്ഞിട്ട് പറഞ്ഞോളൂ കേട്ടോ. മാം, എൻ്റെ പേര് ഗായത്രി എന്നാണ്. നമ്മളിപ്പോൾ സ്കൂൾ ടൈം തൊട്ടേ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പ്രൊക്കാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഇപ്പം നമ്മൾ തലേ ദിവസം ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യുകയാണ്, ഇന്ന സമയത്ത് എണീക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ ഒരു പെർഫെക്ഷനിസ്റ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ പോവാനായിട്ടാണ് അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളൊരു തോട്ട് ഉണ്ട്. ഇപ്പോൾ 6 മണിക്ക് എണീക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ 6 മണിക്ക് എണീറ്റില്ല, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഞാൻ വൈകിപ്പോയെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് പോയി എന്നുള്ളൊരു വിചാരം ഉണ്ടാവാറുണ്ട്. ഒരു അപ്പൊ ഗിൽറ്റ് ഫീൽ ആ, ഉണ്ടാവും. പക്ഷെ അതെ. ഈ 6 മണിക്ക് എണീറ്റില്ല എന്ന് വെച്ച് എന്തെങ്കിലും ഇതായി പോവോ? അതായത് എന്തെങ്കിലും ഡിലേ ആയി പോവോ? ഒന്നും ആയി പോവൊന്നുമില്ല. ആ ഒരു സമയത്ത് എണീറ്റ് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അക്കോർഡിംഗ് ടു മൈ ടൈം ടേബിൾ. അപ്പോൾ അങ്ങനെ ഞാൻ അതിലൊരു പ്ലാൻ കാര്യം വിട്ടുപോകും. എന്തെങ്കിലും വിട്ടുപോകും. അപ്പോൾ എനിക്കൊരു അന്നത്തെ ദിവസം കംപ്ലീറ്റ് അല്ല അങ്ങനത്തെ ഒരു തോന്നല് സ്വന്തമായിട്ട് ഇങ്ങനെ തോന്നും. ഇപ്പൊ എല്ലാ അത് ദിവസവും നമ്മള് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞോളൂ. എല്ലാ ദിവസവും നമുക്ക് ഒരേ എനർജി ലെവൽ ആയിരിക്കില്ലല്ലോ. അതെ അതെ. ഇത് ഇപ്പൊ മെയിൻ ആയിട്ട് ഈ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ നീട്ടി വെച്ച് പോയി 6 മണിക്ക് ഉണർന്നില്ല, ഉറങ്ങിപ്പോയി എന്ന് വെക്കാം. അപ്പൊ നമ്മുടെ ഗിൽറ്റ് ഫീൽ ചെയ്യാണ്, അയ്യോ 6 മണിക്ക് ഞാൻ പ്ലാൻ ചെയ്തതാണ് എണീക്കണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് എണീറ്റില്ലല്ലോ, നീ എണീറ്റില്ല. അപ്പൊ നാളെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഗിൽറ്റ് ഇല്ലാതിരിക്കാൻ 6 മണിക്ക് തന്നെ എണീക്കാൻ നമ്മുടെ പ്രിപ്പയർ ആക്കും. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അന്നത്തെ ദിവസത്തെ എനർജി പോവാതിരിക്കാൻ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, 6 മണിക്ക് എണീറ്റില്ല എന്ന് വെച്ചാൽ എന്റെ കാര്യങ്ങളൊന്നും പ്രോബ്ലം ആയിട്ടില്ല, ഒന്നും എവിടെയും എനിക്ക് ടൈം മാനേജ്മെന്റിൽ എവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. നാളെ ഞാൻ എന്ത് ചെയ്യും? കറക്റ്റ് 6 മണിക്ക് തന്നെ എണീക്കും. ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡൗട്ട് ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാളത്തെ ദിവസം ഇന്ന് തന്നെ പ്ലാൻ ചെയ്താണ് കിടക്കണേ. രാത്രി 10 മണിക്ക് കിടക്കണതിന് മുമ്പ് തന്നെ നമ്മൾ നാളത്തെ ദിവസം പ്ലാൻ ചെയ്യണം. നാളെ എത്ര മണിക്ക് എണീക്കണം, നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ രാവിലെ എണീക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഇൻട്രസ്റ്റ് കുറവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ദോശക്കൊക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ചുട്ടാൽ മതി അല്ലേ? ലേഡീസ് സൗണ്ട് വേണം പറയണേട്ടോ. അല്ല, ചട്ടണിക്ക് അവിടെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എനിക്ക്. ആ സമയം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് എപ്പോഴും ഉണർന്നിട്ട് ഇങ്ങനെ ആലോചിക്കണം, എന്ത് ചെയ്യും, എന്ത് ഫുഡ് ഉണ്ടാക്കും. അപ്പൊ നോക്കുമ്പോൾ പുട്ട് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? ഇങ്ങനെ അത് കൂടെ നമ്മുടെ ആ ഡേ പോയി കിട്ടും. അതില്ലാതിരിക്കാൻ ഈ പറഞ്ഞ പോലെ തലേന്ന് തന്നെ ടു ഡു ലിസ്റ്റ് ഇട്ട് കിടക്കാം. എന്നിട്ട് അത് ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. നമ്മുടെ മൈൻഡിനോട് പറയാം, ഇന്ന് ഓക്കെ ആണ്, ഞാൻ ഇച്ചിരി വൈകി എണീറ്റെങ്കിലും ഞാൻ ഓക്കെ ആണെന്ന് അഫർമേഷൻ കൊടുക്കുക. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അവിടെ പോസിറ്റീവ് അഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ മൂഡ് ഓഫ് ആയിട്ട് അന്നത്തെ ഡേ കോളാക്കരുത്. അതാണ് പറയാൻ. ഓക്കെ, തോട്ട് വരുമ്പോൾ ഓൾറെഡി തോട്ട് വരും, അതിനെ എന്ത് ചെയ്യാം? റീറൈറ്റ് ചെയ്യാം, പറയാം എനിക്ക് ഓക്കെയാണ്, ഞാൻ 6 മണിക്ക് എണീറ്റാലും ഞാൻ ഓക്കെയാണ്, എന്റെ കാര്യങ്ങൾ ഞാൻ ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നോ പ്രോബ്ലം. അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ നെഗറ്റീവ് തോട്ട്സ് അവിടെ പോകും. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് അനിത മാമിന് എന്താ പറയാനുള്ള? നല്ല സെഷൻ ആയിരുന്നു മാം. നമുക്ക് നീട്ടി വെക്കുന്ന സ്വഭാവം അധികം ഇല്ല. ഞാൻ മാം പറഞ്ഞ പോലെ തലേ ദിവസം തന്നെ കാലത്തേക്കുള്ളതെല്ലാം ശരിയാക്കി സെറ്റാക്കി വെക്കും. എന്റെ മോൾക്ക് 8 മണിക്ക് പോകണം. 8 മണിക്ക് പോകുമ്പോഴേക്കും ചോറും കറിയും ടിഫിനും എല്ലാം വേണം. അപ്പൊ ഞാൻ എന്തായാലും തലേ ദിവസം സെറ്റാക്കിയിട്ട് മാം പറഞ്ഞ പോലെ തേങ്ങ നേരത്തെ ചിരകി വെക്കും, ഉപ്പേരി കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെക്കും. അങ്ങനെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്റെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് സ്മൂത്തായി പോകാറുണ്ട്. പിന്നെ കാലത്ത് ഇന്ന സമയത്ത് എണീക്കുക എന്നുള്ളത് കറക്റ്റാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ അലാറം അടിച്ചാൽ ഇല്ലെങ്കിൽ എൻ്റെ ഒരു സമയം ആ സമയത്ത് ഞാൻ എണീക്കും. എണീറ്റ് കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷമാണ് ഈ സെഷനിൽ വന്നിരിക്കാറ്, മെഡിറ്റേഷൻ ഇരിക്കാറ്. അതങ്ങനെ കണ്ടിന്യൂ പോകുന്നുണ്ട്.
ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അതൊരു ഹാബിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ പറയില്ല, ഒരു 21 ഡേയ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ചെയ്തു. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളതല്ല, കുറെ വർഷങ്ങളായിട്ടുള്ള അതിന്റെ ഒരു ശീലമാണ്. അതുകൊണ്ട് ഞാനൊരു 10-11 മണിക്ക് ശേഷം കിടന്നാലും എനിക്ക് 5 മണിക്ക് എണീക്കും. ഉറക്കം പോരാന്നുള്ളൊരു പ്രശ്നം. എന്നിട്ട് എല്ലാവരും ചോദിക്കും ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഉറങ്ങിയ വഴി പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ TV അങ്ങനെയൊന്നും കാണാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിടന്ന സമയത്ത് ഉറങ്ങാൻ പറ്റാറുണ്ട്. ഉറങ്ങുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ണടച്ച് നമ്മളൊരു മെഡിറ്റേഷൻ രൂപത്തിൽ ഇരുന്നിട്ടാണ് കിടക്കാറുള്ളത്. കിടന്നു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ഉറങ്ങും. എനിക്ക് കറക്റ്റ് സമയത്ത് അലാറം അടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ സമയത്ത് എണീക്കാറുണ്ട്. അപ്പൊ ഇനി ഉറക്ക ക്ഷീണങ്ങളൊന്നും ഉണ്ടാവാറില്ല. എണീറ്റ് കുളിക്കും. കുളി കഴിഞ്ഞ് കുറച്ച് പണ്ട് എക്സസൈസ് മെഡിറ്റേഷൻ എക്സസൈസ് ചെയ്യും. കുറച്ച് എക്സസൈസ് കുറച്ച് മടിയാണ്. സമയത്തിന്റെ ഒരു ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊരു റൊട്ടേഷന്റെ പോലെ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. സെഷൻ നന്നായിരുന്നു, നല്ല യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും ഒരു എഫക്റ്റീവ് ആൻഡ് അവിടെ. താങ്ക് യു മാം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. മാമിന്റെ സമയം ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ചെയ്തതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു അനിത. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ്. കാരണം പൊതുവെ വീട്ടമ്മയാണോ അതോ ജോലി ഉണ്ടോ അനിത മാം? ഞാൻ ജോലി എന്റെ കാലം ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ടീച്ചറായിരുന്നു. ഇപ്പൊ കടയാണ്. എനിക്ക് 8 മണിക്ക് കട തുറക്കണം. അതുകൊണ്ടാണ് ആ ഒരു ടൈം മാനേജ്മെന്റ്. സാധാരണ വീട്ടമ്മമാര് വീട്ടിൽ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മളിങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അതല്ല, നമുക്ക് 8 മണിക്ക് സ്കൂളിൽ പോകണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിനനുസരിച്ച് നമ്മളത് കറക്റ്റ് പ്ലാനോടുകൂടെ ചെയ്തിരിക്കും. അപ്പൊ അത് ചെയ്യാത്തവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് അനിത മാമിന്റെ വാക്ക്. നമ്മൾ കുറച്ച് ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. 5 മണിക്ക് എണീക്കണം, അയ്യോ 5 മണിക്ക് എണീക്കണല്ലോ, കുറച്ചു നേരം കൂടെ ഉറങ്ങണ്ടേ എന്നൊക്കെയുള്ള ഒരു തോട്ട് വരെ കുറച്ച് ദിവസമേ വരും. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുമ്പോ 21 ഡേയ്സ് നമ്മളൊരു കാര്യം ചെയ്താൽ, സോറി അനിത മാം എന്താ പറയണേ? ഇല്ല, 3 വർഷത്തോളമായി EFT ചെയ്യുന്ന പല കോഴ്സും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം എനിക്കറിയാം. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലത്ത് ഇപ്പൊ ഇന്ന് തുടങ്ങിയില്ല, കുറെ വർഷങ്ങളായിട്ടുള്ളൊരു മെന്റാലിറ്റിയാണ്. കാരണം ഒരു 10-20 വർഷത്തോളം പറയില്ലേ, നമ്മൾ കാലത്ത് കറക്റ്റ് എണീക്കുന്ന ഒരു സ്വഭാവമാണ്. അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. ശരി, ഓക്കെ മാം. താങ്ക് യു മാം. അപ്പൊ ഒരു ഹാപ്പിനെസ്സും പീസും ഒക്കെ നമ്മുടെ ഫുൾ ഡേയിൽ ഉണ്ടാവും. നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ ഡിലേ ആക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗിൽറ്റ് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ നമ്മുടെ മൈൻഡ് തന്നെ നമ്മളിങ്ങനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടില്ല, പീസ്ഫുൾ ആയ ഒരു മൈൻഡ് കിട്ടില്ല. അപ്പൊ അതാണ്, ചെയ്തതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്തോ. ഓക്കെ, താങ്ക് യു അനിത ആൻഡ് ഗായത്രി. then അടുത്തത്. ഗുഡ് മോർണിംഗ് മാം. മാം ഹരികൃഷ്ണനാണ്. ഇവര് പറഞ്ഞോട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പേര് പറയോ? ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പേര് പറയോ? കേൾക്കണില്ല. ഹരികൃഷ്ണൻ എന്നാണ് മാം പേര്. ഹരി. ഓക്കെ, പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച് മാം. ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാമോ? കേട്ടില്ല, എനിക്ക് കേൾക്കണില്ല. നെഗറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞല്ലോ. നെഗറ്റീവ് കേൾക്കാമോ? ഐഡന്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യാം. നെഗറ്റീവ് ഷിഫ്റ്റ് ചെയ്യാം. സോറി, ഐഡന്റിറ്റിയെ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഓൾറെഡി നിങ്ങൾക്ക് എന്താണോ ഇപ്പൊ നിങ്ങളുടെ ഒരു കാര്യത്തില് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം, എനിക്കിപ്പോ എന്റെ വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള പെർഫെക്ഷനിസം കൂടി ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഒരു തവണ എടുത്തപ്പോ അത് നേരെ ആയിട്ടുണ്ടായില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഐഡന്റിറ്റി വന്നുപോയി. ആ ഐഡന്റിറ്റിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. അഫർമേഷൻ കൊടുത്തിട്ടും വിഷ്വൽ ചെയ്തിട്ടും അതുപോലെ അത് ട്രൈ ചെയ്തിട്ടും. അത് ഇപ്പോൾ ഒരു എക്സാം ആണെങ്കിൽ ആ എക്സാം
ഞാൻ എഴുതിയ ചിലപ്പോൾ ഞാൻ പാസ്സാവില്ല എന്നെ തോട്ടാണെങ്കിലും പഠിക്കണല്ലേ, പഠിച്ചത് പോയി എഴുതണം. പാസ്സാവോ ഇല്ലയെന്ന് പിന്നീടുള്ള കാര്യം. അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക. ഡ്രൈവിങ്ങിന് പോയാൽ ഞാൻ ഫെയിൽ ആവും എന്ന് എൻ്റെ മൈൻഡ് എന്നോട് പറയും. പക്ഷേ അതെന്ത് ചെയ്യണം, ഞാൻ ട്രൈ ചെയ്യണം ഇല്ലേ? ടെസ്റ്റിന് പോകണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ അതിന്റെ റിസൾട്ട്. അവിടെ എന്ത് ചെയ്യാം, ടെസ്റ്റ് പാസ്സായിട്ട് എനിക്ക് ആ ലൈസൻസ് വരുന്നതൊക്കെ ഇങ്ങനെ വിഷ്വൽ ചെയ്യാം. ഇപ്പൊ ഒരു കാര്യം ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിനെ മാത്രം പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ പറയാം, രവി എന്താണ് പറഞ്ഞ ഹരിക്ക് പറയാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട് വരുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോ അത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല. പോയോ ആള്? ഉണ്ട്, നെഗറ്റീവ് തോട്ട് വരും. തോട്ട് ക്ലിയർ. ഹലോ, ക്ലിയർ ആയവരാരെങ്കിലും ഒന്ന് പറയട്ടെ, എന്താ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. നെഗറ്റീവ് തോട്ട് വരും മാം. അതിനെ അഫേം ചെയ്ത് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുക. എന്ത് തോട്ടാണോ മൈൻഡിൽ വരുന്നത് അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള തോട്ട്. അപ്പം അതിന് മനഃപൂർവ്വം മിറർ ടോക്ക് ചെയ്യാം, സെൽഫായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ മാറ്റുക, ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ ഐഡന്റിറ്റി നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ കഴിയില്ല. പക്ഷെ നമ്മളത് ചെയ്ത് ഇപ്പൊ എന്റെ ഈ സെഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെ എടുക്കണം. ഞാൻ ജസ്റ്റ് കുറച്ച് പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് കുറെ മുമ്പ്, ഇപ്പോൾ എന്നല്ല, അതിനെക്കുറിച്ച് എനിക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കാരണങ്ങളും അതിന്റെ ടെക്നിക്സും കോഴ്സും കാര്യം എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. അത് എന്തുകൊണ്ടാ അവിടെ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഞാൻ 1 year ആയി ഇത് സെഷൻ എടുക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റ് ഞാൻ എടുത്ത സെഷൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ സാറ്, എന്റെ മെന്റർ എന്നെ പറഞ്ഞു, നീ BEd ഒക്കെ കഴിഞ്ഞതല്ലേ, ക്ലാസ് പോരാന്ന് പറഞ്ഞു. കാരണം അത്രേ പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ, അത്രേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഒരു 100ഓളം സെഷൻസ് എടുത്തിട്ടുണ്ടാവും. കുറെ വെബിനാറുകൾ, ഇതുപോലത്തെ ക്ലാസ്സുകള്, മൈൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് തന്നെ ഉണ്ട്. അതിലിങ്ങനെ സെഷൻ എടുക്കണം ഡെയിലി, എല്ലാ മന്തും 3-4 സെഷൻ എടുക്കണം. അങ്ങനെ എടുത്താണ് ഞാൻ ഈ ഒരു ലെവലിലോട്ട് വന്നത്. പക്ഷെ ഫസ്റ്റ് തന്നെ വരണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഫസ്റ്റ് എനിക്ക് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ തിരുത്തി. അതിലും ആ സമയം എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് കഴിയണില്ല, ഞാൻ BEd ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നെങ്കിൽ, ആ നെഗറ്റീവ് കേട്ട്, ആ ക്രിറ്റിസിസം കേട്ട് ഞാൻ എന്നെ നെഗറ്റീവ് ആക്കി ഇരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഉണ്ടാവോ? ഇങ്ങനെ സെഷൻ എടുക്കാൻ ഉണ്ടാവില്ല, വരില്ല. കാരണം എനിക്കത് പറ്റില്ല എന്ന് ഞാൻ തന്നെ പറയും. പക്ഷെ അവിടെ ഞാൻ എൻ്റെ ആ ഐഡന്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് വന്ന നെഗറ്റീവ്സിനെ ഞാൻ പോസിറ്റീവായി എടുത്ത്, എവിടെയാണോ ഫോൾട്ട് പറ്റിയത് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിങ്ങനെ പുസ്തകം നോക്കി വായിക്കും, അത് കേൾക്കണവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ആ സമയം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്താണ് പറയണമെങ്കിൽ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, കേൾക്കുന്നവർക്കും അത് കേട്ടിട്ട് കുറെ കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് കാര്യത്തിലാണ് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് അതിനെ പോസിറ്റീവ് ആക്കുക. നെഗറ്റീവ് ആരെങ്കിലും നിങ്ങളുടെ സറൗണ്ടിങ്സ് പറഞ്ഞോട്ടെ, അതിനെ ക്രിട്ടിസൈസ് ചെയ്തോട്ടെ. പക്ഷെ അതിനെ നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തു, ഞാൻ BEd ട്രെയിനിങ്ങിന് പോയപ്പോ അങ്ങനെ എടുത്തതാ ഇങ്ങനെ എടുത്താന്നൊക്കെ പറയാണ്ട് അവരെന്താണോ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, ഞാനത് തിരുത്തും. നെക്സ്റ്റ് അത് ആ ഒരു മിസ്റ്റേക്ക് എന്റെ ഇതിൽ വരില്ല എന്ന് പറയാം. ഓക്കെ, നല്ല രീതിയിൽ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്കിംഗ് ഒട്ടും അറിയായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് BEd കഴിഞ്ഞ് ടീച്ചറായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കല്യാണം, കുക്കിംഗ് ഭാഗത്തോട്ട് വല്ല മുട്ട പൊരിക്കോ അല്ലെങ്കിൽ ഒരു ചായയുടെ ഒക്കെ ഉള്ളൂ, അതിനപ്പുറം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒന്ന് പേടിയായിരുന്നു, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞ പോലെ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് തിന്നാൻ പറ്റുമോ, വായി വെക്കാൻ പറ്റുമോ, ഇവർക്കൊക്കെ സെർവ് ചെയ്യണമല്ലോ. 4 ആൺമക്കളുടെ മൂത്ത മരുമോളായിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുക. ഇന്നത്തെ പോലെ യൂട്യൂബ് ഒന്നും അന്നില്ല. അന്ന് പാചക ബുക്കൊക്കെ നോക്കുക ചെയ്യുക, യൂട്യൂബൊക്കെ ഇങ്ങനെ കറങ്ങി കൊണ്ടേ ഇരിക്കുള്ളൂ, ഒന്നും കിട്ടൂല. 10 year മുമ്പാട്ടാ. ഇപ്പൊ ഞാൻ എക്സ്പേർട്ട് ആണ്, എന്ത് വേണമെങ്കിലും, കുഴിമന്തി വേണോ, ബിരിയാണി വേണോ, ഷവർമ വേണോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കും. എന്തുകൊണ്ടാ? ഞാൻ അതില് കൂടുതൽ കാര്യം 10 വർഷം നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അതിൽ എക്സ്പേർട്ട് ആവാതിരിക്കും. ആ സമയം ആദ്യത്തെ ദിവസം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി, നല്ല എരിവായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഭയങ്കര എരിവായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോ, അയ്യോ എന്നെ കൊണ്ട് ഇനി പറ്റില്ല, ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കില്ല. എനിക്കിപ്പോ ഓർഡർ ചെയ്യേണ്ടി, 4 ആൾ വരികയാണെങ്കിൽ ഓർഡർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതല്ല, എനിക്കെല്ലാം കുക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്.
കുക്ക് ചെയ്യണതും അത് മറ്റുള്ളവർക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സന്തോഷത്തിൽ ഞാൻ കുക്ക് ചെയ്യും, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. നമ്മൾ മാത്രമാകുമ്പോൾ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല, സെൽഫ് ലവ് ഇച്ചിരി കുറവാ. ഇച്ചിരി നന്നായിട്ട് മടിയുന്നുണ്ട് കേട്ടാ. ഉറങ്ങാന്നൊക്കെ പറഞ്ഞാൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചു, മറ്റേ മഴ പെയ്തിട്ട് അവധി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി മൂടി പൊതിച്ച് ഉറങ്ങണ ഞാനാണ്. ഈ ഒരു കോച്ചിങ് ഫീൽഡിലോട്ട് വന്നപ്പോൾ 6 മണിയുടെ സെഷന്റെ ഡ്യൂട്ടി എനിക്കായിരുന്നു. ഞാനപ്പോൾ 5 മണിക്ക് അലാറം വെച്ച് ആദ്യമൊക്കെ, പിന്നെ അലാറം ഇല്ലാണ്ട് തന്നെ എണീക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഹാബിറ്റ് ആയി മാറി. 5 മണിക്ക് ഞാൻ ഉണരും. പിന്നെ ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ അലാറം ഒന്ന് സ്നീസ് ചെയ്ത്, ആവശ്യമില്ലല്ലോ അത്രയും നേരത്തെ എണീക്കണ്ടേ, എന്ന് വിചാരിച്ച് ഇച്ചിരി നേരം കൂടെ കിടക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോവാം. ക്ലിയർ ആയോ ഹരി? ക്ലിയർ ആയി മാം. ഈ സക്സസ് നമ്മൾ വിഷ്വൽ ചെയ്യണം അല്ലേ മാം? യെസ്, അതിന്റെ ആഫ്റ്റർ റിസൾട്ട്, അത് നമ്മൾ എന്താണ് മാറ്റി വെക്കുന്ന കാര്യം, അതിന്റെ റിസൾട്ട് നിങ്ങൾ ഒന്ന് വിഷ്വൽ ചെയ്ത് നോക്കുക. അതിന്റെ അടിപൊളി റിസൾട്ട്, സന്തോഷം ഫീൽ ചെയ്യാം. ഓക്കെ, സക്സസ് എക്സ്പെക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം അല്ലേ? അതെ അതെ. എന്താണ് താങ്ക് യു ഡിലേ മാം. ചെയ്യുന്ന കാര്യം എന്ന് പറയൂ, അതിനനുസരിച്ച് ഞാൻ കുറച്ച് ആൻസർ തരാൻ വേണമെങ്കിൽ. എന്താണ് ഇപ്പൊ മാറ്റി നമ്മുടെ വെക്കുന്നത്? സൂം ക്ലാസ്, നമ്മുടെ ക്ലാസ് ഒക്കെ തന്നെ ഇത്തിരി ആ, കൂടെ നേരത്തെ എഴുന്നേറ്റിട്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. എണീക്കാൻ മടിയാണോ? കുറച്ചുകൂടെ ഉറങ്ങാനാണ് ഇഷ്ടം അല്ലേ? നേരത്തെ അതെ. കിടക്കാം, നേരത്തെ കിടക്കാൻ ശ്രമിക്കുക. അപ്പൊ ഉറക്കം ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഉണരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ പിന്നെ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് എണീച്ച് ഈ ഒരു മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ ആയിരുന്നു. എനിക്ക് അതിൽ ഫുള്ളായിട്ട് ജോയിൻ ആവാൻ പറ്റിയില്ല. ഞാനിങ്ങനെ നോട്ടൊക്കെ ഒന്ന് നോക്കായിരുന്നു, നോട്ട് എഴുതി വെച്ച നോട്ടൊന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നോക്കുമല്ലോ, അതായിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ വോയിസും അതുപോലെ തന്നെ അതിന്റെ വേർഡ്സും അതൊന്ന് ആ ഒരു ഇന്നലത്തെ ഫുള്ളും ഇന്നർ ചൈൽഡിലെ എല്ലാം നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. അതൊന്ന് ആലോചിച്ച് നോക്കാം. അതിൽ നന്നായിട്ട് ഇരിക്കുമ്പോൾ, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേ ഫുള്ള് പോസിറ്റീവ് ആവും, അത് ഉറപ്പാ അല്ലേ? ഇതിൽ നല്ല രീതിയിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലേ? നിങ്ങളുടെ അനുഭവം അങ്ങനെയല്ലേ? നല്ലൊരു യെസ് മെഡിറ്റേഷനോട് ഓക്കെ. ശരിയായ അതൊരു തുടക്കം തന്നെ മെഡിറ്റേഷന്റെ, നമ്മളെ മുന്നോട്ട് നയിക്കും. ഈ ഒരു മെഡിറ്റേഷന്റെ കാര്യം മാത്രമല്ല, ഈ ഓൾ ലൈഫ് നമ്മളെ ഡേ ഫുള്ള് പോസിറ്റീവ് ആവും, ഹാപ്പി ആവും, സന്തോഷത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഇനി എന്തെങ്കിലും ഒരു പ്രശ്ന ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നമ്മൾ അവിടെ ഷൗട്ട് ചെയ്യില്ല, നമ്മൾ അവിടെ ഒന്ന് കാമായിട്ട് ക്വയറ്റായിട്ട് റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ല. ഇപ്പൊ ഞാനൊരു സൺഡേ പോവാൻ കഴിയുന്നു. സൺഡേ ഒരു ക്ലാസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡോടെ കയറിയപ്പോ നമുക്ക് പോവാൻ കഴിയുന്നു. ഒരാളുടെ എക്സ്പീരിയൻസ് പറയണായിരുന്നു. ആള് വണ്ടി ഓടിച്ചു പോകുമ്പോ അതുപോലെ അപ്പുറത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കിടന്ന് തെറി വിളിക്കും. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണതാ. ബസ് ഡ്രൈവർമാരാണെങ്കിലും ഓട്ടോ ഡ്രൈവർമാരാണെങ്കിലും ഒക്കെ വൃത്തികെട്ട തെറികളെ വിളിച്ച് പറയണ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അവർക്ക് എന്താണ് ആ സമയത്ത് അത്രയും അവർ ഷൗട്ട് ചെയ്തിട്ടുണ്ട് പറയണം. അവരുടെ എനർജിയാണ് അവർ വേസ്റ്റ് ചെയ്യുന്നത്, അവരുടെ എല്ലാം എന്താണ് കോർട്ടിസോളാണ് അവർ ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ അവരത് അറിയണില്ല. അവരത് പറഞ്ഞാലേ അവർക്ക് സമാധാനമുള്ള ആള് ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വണ്ടിയിലിരിക്കണ ഓട്ടോയിലിരിക്കണ നമ്മളായിരിക്കും കേൾക്കണത്. പക്ഷെ അവർക്കത് പറയാണ്ട് ഒരു സമാധാനമില്ല. അവരത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ ഫുൾ സ്ട്രെസ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ നമുക്ക് കാമായിട്ട് നമുക്ക് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇവിടെ ഒന്നും എനിക്കൊന്നും ചെയ്യാല്ല, പോട്ടെ, സാരമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. ഈ മെഡിറ്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുക, ഡെയിലി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവും ഏതൊരു സംഭവത്തിലും. ഇപ്പൊ ഞാനൊക്കെ മക്കളൊക്കെ പ്ലേറ്റ് ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് ഒച്ചെടുക്കും. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കണ, ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് അധികം യൂസ് ചെയ്യുക അങ്ങനത്തെ പ്ലേറ്റ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇറ്റ്സ് ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ മക്കൾക്ക് പൊട്ടാത്ത പ്ലേറ്റുകളൊക്കെ നല്ലത് വാങ്ങിക്കൊടുക്കും. അതാണ് ഒരു സൊല്യൂഷൻ. പിന്നെ വെച്ചാൽ പൊട്ടിപ്പോയാൽ ഒരു ഗ്ലാസ് ഒക്കെ ചിലപ്പോൾ അവരെടുത്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല, ചില്ല് മേലിൽ കയറാണ്ട് നോക്ക്, സൂക്ഷിക്ക് എന്ന് പറഞ്ഞ് അത് ക്ലീൻ ആക്കാനേ ശ്രമിക്കുള്ളൂ. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യും, നിന്നോട് ആര് പറഞ്ഞു ആ നല്ല ഗ്ലാസ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒച്ചെടുക്കുക ചെയ്യും. അതൊക്കെ മാറി, അതൊക്കെ നമുക്ക് കാമാവാൻ പറ്റുന്നോണ്ടാണ്. എൻ്റെ ഒരു ലൈഫിന് എനിക്ക് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. നമ്മള് കുറെ ഷൗട്ട് ചെയ്യണത് കുറയും, നമ്മള് റിയാക്ട് ചെയ്യണ റെസ്പോണ്ട് ചെയ്യും. ആ കാര്യം മനസ്സിലാക്കി അവരോട് അത് ഒച്ചയിട്ടിട്ട് ഒരു കാര്യമില്ല, പൊട്ടിയ സാധനം തിരിച്ചു വരില്ല അല്ലേ? അവർ പേടിച്ച് കരഞ്ഞൊക്കെ ഇരിക്കും. ആ സമയം ചിലപ്പോൾ അത് കൂടെ ഓടിയിട്ട് ചിലപ്പോൾ കാലിൽ കൂടെ കുപ്പിച്ചില് കയറും ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന അനുസരിച്ച്. ദെൻ നെക്സ്റ്റ് പറയൂ, എല്ലാരും അവർക്ക് ചാൻസ് തരാണ്, ഒരു കുറച്ച് സമയം 5 മിനിറ്റ് കൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രതി. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത മാമിനെ
ആദ്യമായിട്ട് തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും പ്രത്യേകം നന്ദി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അലാറം സെറ്റ് ചെയ്ത് വെക്കും ആദ്യമൊക്കെ, എന്നിട്ട് കിടക്കും 10 മിനിറ്റ് കഴിയട്ടെ, പിന്നെ കുറച്ച് സമയം അങ്ങനെ അങ്ങനെ ചിലപ്പോൾ 6 മണിയാവും, 6:15 ആവും. ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മൾ അലാറം വെക്കും. അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുമ്പോഴും കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് എണീക്കാന്നിരിക്കും. അങ്ങനെ അങ്ങനെ ആയിട്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ അപ്പോഴും അലാറം വെക്കുന്നുണ്ട്, പക്ഷെ അലാറം വെച്ച അപ്പോ എഴുന്നേറ്റ് തുടങ്ങി. ഇപ്പോ 2-3 ദിവസമായിട്ട് എന്റെ എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നത് വെച്ചാല്, മീ ടൈം എന്ന് പറയുന്നത് എനിക്ക് 4 o'clock ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, എന്റെ മീ ടൈം. കാരണം ഞാനൊരു സോഷ്യൽ, അതായത് ഒരു വർക്ക് ചെയ്യാണ് ഫീൽഡിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ടൈമുകളൊന്നും കിട്ടില്ല. വൈകുന്നേരം വന്നാലും വീട്ടിലെ പണികൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. എപ്പോഴും എൻഗേജഡ് ആണ്. അപ്പൊ എനിക്ക് എന്റെ ഫ്രീ ആയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 മണി മുതൽ 6 മണി വരെ. അപ്പൊ ഞാൻ 3:45 ആണ് അലാറം വെക്കുന്നത്. ആദ്യം 4 മണിക്ക് വെച്ചിരുന്നത്, ഇപ്പൊ 3:45 വെക്കും. അപ്പൊ കുറച്ചു നേരം ഒന്ന് പ്രയർ ചെയ്തതിനൊക്കെ ശേഷമാണ് പിന്നെ 4 മണിക്ക് തൊട്ട് ഞാൻ എന്റെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ഉണരുകയാണ്. അപ്പൊ ഞാൻ അയ്യോ അലാറം അടിച്ചത് ഞാൻ കേട്ടില്ലല്ലോ, അപ്പൊ നോക്കുമ്പോ 3:30 ഉണ്ടാവുള്ളൂ. ഇപ്പൊ 2-3 ദിവസം, ഇന്ന് ഞാൻ എണീറ്റത് 3:20 എണീറ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നന്നായി നോക്കുക, അലാറം അടിച്ചോ, ഞാൻ സൗണ്ട് വെച്ചില്ലേ, അങ്ങനെയൊക്കെ ഒരു തോട്ട്. അപ്പൊ നോക്കുമ്പോൾ ഇനിയും ഒരുപാട് സമയം കിടക്കുകയാണ്. അപ്പൊ ഇപ്പൊ മൈൻഡ് അലേർട്ടായി തുടങ്ങി. അതായത് അലാറം നല്ലതല്ലേ ചെയ്യാം. എനിക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടണില്ല കേട്ടോ, ഒരു ക്ലിയർ കിട്ടണില്ല. അലാറം എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മള് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ഓൾറെഡി ഒരു ബയോളജിക്കൽ ക്ലോക്ക് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലിയർ അല്ല. രതി എനിക്ക് ക്ലിയർ അല്ല. ഓക്കെ ക്ലിയർ ഉണ്ടോ? ഒരു സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആവും. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാല് ഓക്കെ. ഇപ്പൊ കേൾക്കണ്ടോ? ഓക്കെ കേൾക്കണുണ്ടോ? അപ്പോ അങ്ങനത്തെ ഒരു ഇപ്പൊ നേരത്തെ എണീക്കാൻ തുടങ്ങും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അത് മുന്നേ തന്നെ ഉണരണുണ്ട്. പിന്നെ എനിക്ക് നീട്ടി വെക്കുന്ന ഒരു ശീലം എന്ന് പറഞ്ഞാല്, അതായത് ടൈമിന് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ അർജന്റ് കോളുകൾ വരുന്നുണ്ടാവും. അല്ല, നമുക്ക് അർജന്റായിട്ട് എവിടേക്കെങ്കിലും പോകാനുണ്ടാവും, അന്ന് എന്തെങ്കിലും മീറ്റിങ്ങുകൾ നടത്താൻ എന്തൊക്കെ ഉണ്ടാവും. പക്ഷെ കോളുകൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്ത് നിൽക്കും, എന്നിട്ട് നേരം വൈകും, അങ്ങനെ ഓടും. നമ്മുടെ കാര്യങ്ങൾക്ക് ഭയങ്കര സ്പീഡിലാവും, പിന്നെ വണ്ടി ഓടിച്ച് പോവുക. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. മാഡം പറഞ്ഞപ്പോ ഞാനും ആ ഒരു അനുഭവത്തിലൂടെ ആണ് പോയത്. അങ്ങനെ പിന്നെ പിന്നെ അതുപോലെ ഗോളുകൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. അടുത്ത സാമ്പത്തിക വർഷത്തിൽ നല്ല നല്ല കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം അതങ്ങനെ ഡിലേ ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോബ്ലങ്ങൾ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോഴത് ഞാൻ എല്ലാതും എഴുതിയെടുത്ത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോ എന്നിലുള്ള നെഗറ്റീവ് തോട്ടുകളൊക്കെ മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ഇനി നല്ല രീതിയിൽ തന്നെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യും. ഞാൻ ഒരു വലിയൊരു ടീമിന്റെ ഒരു ലീഡറാണ്. അപ്പൊ നമ്മൾക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ വേണമല്ലോ. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ മാഡം. ഓക്കെ, താങ്ക് യു രതി, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറെ ഫീഡ്ബാക്ക് കിട്ടി, ഞാൻ ഹാപ്പി ആയി. കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, പല കൺഫ്യൂഷൻ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊക്കെ. അപ്പൊ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താം കാര്യങ്ങളിൽ. അപ്പൊ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ആരും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് എൻഡ് ചെയ്യാം. മെയിൻ ആയിട്ട് പറയാനുള്ളത്, സ്റ്റോപ്പ് സേയിങ് ലേറ്റർ, ഡു ഇറ്റ് ടുഡേ. ഡു ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്, അത് പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. നാളേക്ക് മാറ്റി വെക്കാണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, എല്ലാവർക്കും മാഡം ഒന്നുകൂടി ആ പുസ്തകത്തിന്റെ
പുസ്തകത്തിന്റെ പേര് പറയോ ഒന്നുകൂടി? പുസ്തകത്തിന് ഡു ഇറ്റ് ടുഡേ എന്നാണ്. ഇന്ന് ഇപ്പൊ ഡു ചെയ്യാന്നുള്ളത്. ഇറ്റ് ടുഡേ. Today. ആ ഓക്കെ മാം. അപ്പൊ എനിക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പുസ്തകങ്ങളൊക്കെ നല്ല ബുക്കുകള്, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എപ്പോഴും വായിക്കാം. അപ്പൊ നമുക്കത് എപ്പോഴും ഇതുപോലെ ക്ലാസ്സുകൾ കിട്ടില്ലല്ലോ, പക്ഷെ പുസ്തകങ്ങൾ ഒരു മോട്ടിവേഷൻ ആണ്. റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ബുക്കുകൾ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. ഇനിയും വരുമല്ലോ സെഷൻസ് ഒക്കെ. അപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ ഒരാള് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക്, അതും പിന്നെ ഈറ്റ് ദാറ്റ് ഫ്രോഗ്, അതും ഒരു നല്ല ബുക്കാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം സജസ്റ്റ് ചെയ്യുന്നതാണ്. എന്താണ് പറഞ്ഞത്? ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഫ്രോഗ്. ഇതിൽ ചാറ്റിലുണ്ടായിരുന്നു, ആരാണ് സജസ്റ്റ് ചെയ്തത്, എനിക്ക് അത് വായിച്ചവരായിരിക്കാം. സിദ്ദീഖ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.